യേശു മടങ്ങി വരുമെന്നുള്ള ഉറപ്പ് പഴയ നിയമത്തിൽ ഒത്തിരി വാക്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമായ 1-2 വാക്യങ്ങൾ തരാം. നമുക്കറിയാവുന്ന വാക്യമാണ്. ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം. യെശയ്യാപ്രവചനം 9:6 വാക്യം. പുനരാഗമനവുമായി ഈ വാക്യത്തിന് എന്താ ബന്ധം എന്നൊരു പക്ഷേ പ്രഥമ വായനയിൽ നമുക്ക് മനസ്സിലാകില്ല. പക്ഷേ സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ പുനരാഗമനവുമായി ബന്ധപ്പെട്ട് അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ള കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ടൊരു അനുഗ്രഹീതമായ ചിന്ത അതിനകത്ത് കിടപ്പുണ്ട്. ഓരോ വാചകങ്ങളെയും 1, 2, 3, 4 എന്ന് പഠിക്കണം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. എവിടെ ശിശു ജനിച്ചെന്നറിയാമോ? ബത്ലഹേമിലാണ്. പുൽക്കൂട്ടിലൊന്നുമല്ല. അതൊക്കെ വെറുതെ പാരമ്പര്യം പറയുന്ന പുല്ലൂട്ടിലൊന്നുമല്ല. നമുക്കൊരു ശിശു ജനിച്ചു, വഴിയോരത്തെവിടെയോ ആണ്. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായികൊണ്ട് പശുത്തൊട്ടിൽ കിടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പേ ജനനം നടന്നിട്ടുണ്ട്. ബാബിലോണ്യ ആചാരങ്ങളുടെ പിന്തുടർച്ചയായി ഇന്ന് ക്രൈസ്തവ സമൂഹം കാട്ടിക്കൂട്ടുന്ന ചില ഇടപാടുകൾക്കൊന്നും വേദാനുസൃതം അല്ല. ബൈബിളീകമായ തെളിവുകളൊന്നും അതിൻ്റെ പിന്നിലില്ല എന്ന് നമ്മൾ അറിയണം. ഓക്കെ, പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല, സമയമില്ല. ഈ ശിശു ജനിച്ചത് ബത്ലഹേമിലാണ്. പക്ഷെ അടുത്ത വാചകം ശ്രദ്ധിക്കണം. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അതെവിടെയാ? ബത്ലഹേമിലല്ല, കാൽവറിയുടെ കൊലമരത്തിലാണ്. ശിശു ജനിച്ചത് ബത്ലഹേമിലാണ്. പക്ഷെ ഒരു പിതാവ് തൻ്റെ മകനെ നിഷ്കരണം നമുക്ക് വേണ്ടി നൽകി തന്നത് കാൽവറിയിലാണ്. കൈവിടപ്പെട്ടു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പുത്രൻ വിലപിക്കത്തക്ക നിലയിൽ ഒരു വേള കൈവിട്ട് കളഞ്ഞു. അതാണ് ഒരു മകനെ നൽകപ്പെട്ടു. ഇത് രണ്ടും നിറവേറിയതാണ്. ഒരു ശിശു ജനിച്ചു ബത്ലഹേമിൽ. 33.5 വർഷം കഴിഞ്ഞപ്പോൾ ആ മകനെ നമുക്ക് വേണ്ടി പിതാവ് നൽകി തന്നു. അപ്പോൾ ഈ 2 വാചകങ്ങൾക്കിടയിൽ 33.5 വർഷത്തെ ദൈർഘ്യമുണ്ടെന്ന് പഠിക്കണം. അടുത്ത വാചകം നോക്കണം. ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും. ആ ഗ്രാമർ നോക്കിക്കേ, ഇരിക്കും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. രണ്ടും കഴിഞ്ഞ കാര്യമാണ്. ആധിപത്യം തോളിൽ വഹിക്കുന്നത് കഴിഞ്ഞിട്ടില്ല, വരാനിരിക്കുന്നതേ ഉള്ളൂ. അതാണ് പുനരാഗമനം. എത്ര പേർക്ക് മനസ്സിലായി? ആധിപത്യം അവൻ്റെ തോളിലിരിക്കുമെന്ന് പറഞ്ഞാൽ ദ ഗവൺമെൻറ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ എന്നാണ്. അരസാംഗം അവൻ്റെ തോളിൽ വരും. സർക്കാർ മാറി മാറി വന്നതായിരിക്കുന്ന ഗവൺമെൻറ് ആധിപത്യ വ്യവസ്ഥിതികൾ, അതീശത്വ ശക്തികളെ നമുക്കറിയാം. പക്ഷേ അതിനെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് സമത്വ സുന്ദരമായൊരു ക്ഷേമരാഷ്ട്രം, സത്യധർമ്മ ന്യായ നീതികളെ കോർത്തിണക്കിക്കൊണ്ട് രാജ്യം ഇവിടെ സ്ഥാപിക്കും. അതാണ് നമ്മുടെ കർത്താവ് സ്ഥാപിക്കാൻ പോകുന്ന രാജ്യം. അത് സ്ഥാപിക്കണമെങ്കിൽ കർത്താവ് വന്നേ പറ്റൂ. അപ്പോൾ യെശയ്യാ 9:6 തെളിഞ്ഞു വരുന്നത് പുനരാഗമനത്തിൻ്റെ അനുഗ്രഹീത പ്രത്യാശയാണ്. ബോധ്യമായോ? ഓക്കെ. യെശയ്യാവ് 40:10 വാക്യം. ഇതാ അവൻ ബലശാലിയായി വരുന്നു, അവൻ്റെ ഭുജം അവന് വേണ്ടി ഭരണം നടത്തും. 40:10 വാക്യം. അതും പുനരാഗമനത്തിൻ്റെ പ്രതീക്ഷ നമ്മിൽ ഉണർത്തുന്ന അനുഗ്രഹീത വേദഭാഗമാണ്. ബലശാലിയായി വരുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഘടകകക്ഷികളുടെ പിന്തുണ തേടിക്കൊണ്ടല്ല കർത്താവിന് വരാൻ പോവുക. ഒരൊറ്റ കക്ഷിയായി രാജ്യം ഭരിക്കുവാൻ ഇനി ഒരു പാർട്ടിക്കും പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഒരുവൻ ബലശാലിയായി വരാൻ പോകുന്നു രാജ്യഭാരമേൽക്കേണ്ടതിന്. ലോകത്തിലെ മുഴുവൻ ക്രൈസ്തവ ജനതയും ആവലോടെ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ രാജ്യം വരേണമേ. ആ രാജ്യം വരാൻ സമയമായി. അതാ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതാ നമ്മുടെ കുറിവാക്യം. അതാ നമ്മുടെ ചിന്താ വിഷയം. എത്രയും അല്പകാലം കഴിഞ്ഞിട്ട്. ആ പ്രത്യാശയുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പോൾ പഴയ നിയമത്തിൽ ഒത്തിരി വാക്യങ്ങളുണ്ട്. 2 വാക്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ പഴയ നിയമം അടക്കുകയാണ്. ഇനി പുതിയ നിയമത്തിലേക്ക് വരാം. 1, 2, 3, 4 എന്ന് എഴുതിക്കോണം. ന്യൂ ടെസ്റ്റമെൻ്റ് പുസ്തകങ്ങളിൽ പുനരാഗമനത്തിൻ്റെ ഉറപ്പ് നമുക്ക് നൽകുന്ന അനുഗ്രഹീത ഗ്രന്ഥങ്ങൾ 3 ലേഖനങ്ങൾ ഒഴികെ ബാക്കി എല്ലാറ്റിലും പുനരാഗമനത്തിൻ്റെ അനുഗ്രഹീത ചിന്തകൾ നമ്മുടെ വായനയിൽ ഉടക്കും, നമ്മുടെ അന്തരംഗത്തെ ത്രസിപ്പിക്കും. ഞാൻ ആ വാക്യങ്ങളൊന്ന് പറയാം. ഓക്കെ, പുസ്തകത്തിൽ പരതാൻ സമയമെടുക്കണ്ട. ഞാൻ പറയുന്നത് കുറിച്ച മതിയായിരിക്കും. എന്നിട്ട് വീട്ടിൽ ചെന്ന് ആ വാക്യങ്ങൾ അങ്ങനെ തന്നെയോ എന്നൊന്ന് നോക്കണം. അല്ലാതെ പുസ്തകത്തിൽ തപ്പുകയും പിന്നെ എഴുതുകയും കൂടി ചെയ്യുമ്പം ഞാൻ മുമ്പോട്ട് പോകും, നിങ്ങൾ എൻ്റെ പിന്നാലെ വരുള്ളൂ. അതുകൊണ്ട് അത് വരണ്ട, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യണം. ഓക്കെ, മത്തായി സുവിശേഷം 24-ാം അധ്യായം മുഴുവനും യേശുവിൻ്റെ പുനരാഗമനത്തിൻ്റെ അനുഗ്രഹീത ധ്യാനങ്ങളാണ്. ദ സെർമൺ ഓൺ ദ മൗണ്ട് ഒലിവ് എന്ന് വിളിക്കുന്നതാണ്. മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21. 3 അധ്യായങ്ങൾ എഴുതിക്കോണം. മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21. ഈ 3 അധ്യായങ്ങളിലും യേശുവിൻ്റെ മടങ്ങിവരവ്, അവൻ വാതുക്കലായിരിക്കുന്നു, എത്രയും വേഗം വെളിപ്പെടുമെന്നുള്ള അനുഗ്രഹീതമായ ചിന്ത പ്രാവചനികമായി നമുക്ക് നൽകി തന്നിരിക്കുന്ന അധ്യായങ്ങളാണ്
എന്ന് നാം അറിയണം. ഏതൊക്കെ അധ്യായങ്ങൾ ഒന്നുകൂടെ പറഞ്ഞേ? മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21. സമവീക്ഷണ അധ്യായങ്ങൾ എന്ന് പറയും. ഈ 3 അധ്യായങ്ങളിലും ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് ഗംഭീരമായ ആവിഷ്കാര ഭംഗി, അവതരണ ഭംഗി നാം ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്തത് യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 3-ാം വാക്യം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ എന്ത് ചെയ്യും? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പുനരാഗമനത്തിൻ്റെ ധ്യാനം ആ വാക്യത്തിൽ നിറഞ്ഞങ്ങ് നിൽക്കുകയാണ്, കവിഞ്ഞൊഴുകുകയാണ്. ഞാൻ ഇരിക്കുന്ന ഇടത്ത്. ഹല്ലേലൂയ. എവിടെ നിന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുപോകും? ഞാൻ ഇരിക്കുന്ന ഇടത്ത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, അവിടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകും എന്ന് പറയുന്നു. പക്ഷേ ദൈവസഭ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഭാഗികമായും പൂർണ്ണമായും ഉപവസിക്കുന്ന ദൈവമക്കൾ എല്ലാവരും അറിയണം, 14-ാം അധ്യായം 3-ാം വാക്യത്തിൽ വെളിപ്പാട് 3:21 കുറിച്ചോണം, അല്ലെങ്കിൽ വെളിപ്പാട് 3:21 യോഹന്നാൻ 14:3 കുറിച്ചോണം. വെളിപ്പാട് 3:21 ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ ഇരിപ്പാൻ വരം നൽകും. എല്ലാവർക്കുമല്ല, പിന്നെ ആർക്കാ? കണ്ടോ ആ വാക്യത്തിൻ്റെ കണക്ഷൻ കണ്ടോ? 14:3 പറയുന്നത് ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്ത് ചെയ്യും? എൻ്റെ അടുക്കൽ കൊണ്ടുപോകും. എല്ലാവർക്കും ഒന്നും പോകാൻ പറ്റത്തില്ല, എല്ലാവർക്കും ഒന്നും അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അവസാന പുസ്തകത്തിൽ പറയുകയാണ്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ ഇരിപ്പാൻ വരം നൽകും. എത്ര പേർക്ക് ബോധ്യമായതിൻ്റെ ആശയം? ജയിക്കണം, ജീവിതത്തിൽ ജയം പ്രാപിക്കണം. വെളിപ്പാട് പുസ്തകം 1, 2, 3 അധ്യായങ്ങളിൽ 2-3 അധ്യായങ്ങളിൽ 7 പ്രാവശ്യം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 2-ാം അധ്യായത്തിൽ ഹോം ഷാൽ ഓവർകം, ജയിക്കുന്നവന് ഞാൻ കൊടുക്കും, ജയിക്കുന്നവന് ജയിക്കുന്നവന് ജയിക്കുന്നവന്. അപ്പം ജയിക്കുന്നവന് മാത്രം കൊടുക്കുന്ന നിരവധി സംഗതികളുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നാണ് ജയിക്കുന്നവർക്ക് മാത്രം ഞാൻ ഇരിക്കുന്ന ഇടത്തിരിക്കാൻ വരം നൽകും. ക്രൈസ്തവ ചൊവ്വയുള്ള പേരായിരിക്കാം, ദൈവസഭയ്ക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തതാകാം, രക്ഷിക്കപ്പെട്ടിട്ടും അന്യഭാഷ പറയാൻ തുടങ്ങിയിട്ട് കാലമൊത്തിരിയാകാം. പക്ഷെ ജയിച്ചില്ലെങ്കിൽ അവിടെ ഇരിക്കാൻ പറ്റത്തില്ലെന്ന് ഓർത്തോണം. യോഹന്നാൻ 14:3 വെളിപ്പാട് പുസ്തകം 3:21 കൂടെ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ ഞെട്ടിപ്പോകും നമ്മൾ. മനസ്സിലായോ? ആണിനെ ജയിക്കണം, പെണ്ണിനെ ജയിക്കണം, മണ്ണിനെ ജയിക്കണം, കസേരയെ ജയിക്കണം, ജഡത്തിൻ്റെ സമസ്ത വികാര വിചാര മോഹ പാരവശ്യങ്ങളെയും ജയിക്കണം, ലോകത്തിൻ്റെ ഇമ്പങ്ങളെയും ധാടിമോടികളെയും ആർഭാടങ്ങളെയും ആഡംബരങ്ങളെയും ജയിക്കണം. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ആത്മീകതയിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന സമസ്ത പോരുകളെയും ജയിച്ചു നിൽക്കുന്നവന് മാത്രമേ കർത്താവിരിക്കുന്ന ഇടത്തിരിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ആത്മീകര എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും നമ്മിൽ നാം അറിയാതെ തന്നെ വളർന്നു വരുന്ന ഒരു പ്രാകൃതനുണ്ട്. അറിയാമോ? അവസരം കിട്ടുമ്പോൾ പ്രാകൃതൻ രംഗത്ത് വരും. എന്നെ ഭയപ്പെടുത്തുന്നൊരു വാക്യം പറയാം. വായിച്ച് പഠിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ മാത്രം എന്തിനു ഞെട്ടണം? വേദോസം നമ്മളെല്ലാവരും കൊണ്ടു നടക്കുന്നത്, നമുക്ക് ഒരുമിച്ച് ഞെട്ടാം. സമ്മതമാണോ? പഠിച്ചാൽ വരണ്ടു പോവാ വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 15:46, 1 കൊരിന്ത്യർ 15:46. ഒന്നാമത് പ്രാകൃതം, പിന്നത്തേതിൽ ആത്മീയം. ഒന്ന് ചിന്തിച്ച് നോക്കിയ വാക്യം. ആത്മീയമല്ല ഒന്നാമത്, പിന്നെന്തോ ഒന്നാമത്? പ്രാകൃതമാണ് ഒന്നാമത്. അതുകൊണ്ടാണ് അന്യഭാഷ പറയുന്നത് അതേ നാക്കുകൊണ്ട് ആവശ്യമില്ലാത്ത അസഭ്യമൊക്കെ പറയുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് തല്ല നിൽക്കുന്നത്, കൈചുരുട്ടുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് മറ്റൊരു വ്യക്തിയോട് ആക്ഷേപിച്ച് സംസാരിക്കുന്നത്, വിമർശനവും വിരോധവും വിദ്വേഷവും വിഭാഗികതയും വരുന്ന അതുകൊണ്ട് തന്നെയാണ്. നന്നായി ആരാധിക്കുന്നുണ്ട്, ആരാധന തുടങ്ങിയാൽ പിടിക്കാൻ ആരെങ്കിലും പുറകിൽ വോളണ്ടിയേഴ്സ് വേണം, അല്ലെങ്കിൽ ആരാധിച്ച് വെളി തെറിച്ചു പോകും. പക്ഷേ മുട്ടി നോക്കണം, തനിമ അറിയണമെങ്കിൽ. മനസ്സിലായി? അതിൻ്റെ കാര്യം എന്താണെന്നറിയാം? നമ്മിൽ ഒന്നാമതൊരു പ്രാകൃതമുണ്ട്, രണ്ടാമതാണ് ആത്മീകം വരുന്നത്. ആ ഒന്നാമത് ഉയർന്നു പോകുന്ന പ്രാകൃത മനുഷ്യനെ അടക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ കർത്താവിൻ്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടുകയുള്ളൂ, ജയിക്കുകയുള്ളൂ. സ്തോത്രം. ജയിക്കാൻ കഴിയണം. കോപതാപങ്ങളെ ജയിക്കണം, വിമർശന വിരോധങ്ങളെ ജയിക്കണം, വെറുപ്പിനെയും വിദ്വേഷത്തെയും ജയിക്കണം. നമുക്കിട്ട് പാര വെച്ച വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയണം, അവൻ്റെ ഏകാന്തതയ്ക്ക് തുണയാകാൻ കഴിയണം, അവൻ്റെ വിശപ്പിന് വിളമ്പാൻ കഴിയണം, അവൻ്റെ നഗ്നതയ്ക്ക് അവനെ ഉടുപ്പിക്കാൻ കഴിയണം. മുറിവേറ്റ് അവൻ വഴിയിൽ കിടക്കുമ്പോൾ അവനെ കോരിയെടുത്ത് ഏറ്റവും ഉത്തമമായ സ്ഥാനത്ത് കൊണ്ടെത്തിക്കാൻ കഴിയണം. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഡയാലിസിസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഒരു ഡയാലിസിസിൻ്റെ എങ്കിലും ബില്ല് പേ ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ എന്നാ ക്രിസ്തു സ്നേഹമാണ് നമുക്ക്. എന്തൊരു മൗനം നോക്കി. ഡയാലിസിസിന് കിടക്കുന്ന പോലെ ഇരിക്കുക. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? സാമ്പത്തികം വാരിയെറിഞ്ഞ് രക്ഷപ്പെടേണ്ടതിന് വേണ്ടി അത്യുത്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ
ചികിത്സയ്ക്ക് വേണ്ടി അവർ ചെലവഴിക്കുന്ന, അതിനുവേണ്ടി അവർ നെട്ടോട്ടമോടുമ്പം എന്തെങ്കിലും ഒരു കൈസഹായം ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തു സ്നേഹത്തിനൊന്നും വലിയ ആധികാരികതയില്ലെന്നറിയണം. പട്ടും പ്രാർത്ഥനയും ആരാധനയും പ്രൈസ് വർഷിപ്പും കൊണ്ട് മാത്രം കയറിപ്പറ്റാമെന്നൊന്നും ചിന്തിക്കരുത്. ജയിക്കണം, നമുക്കെല്ലാറ്റിനെയും സകലത്തെയും ജയിപ്പാൻ കഴിയണം. അപ്പം ജയിക്കുന്നവർക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. ജയിക്കുന്നവരെ കർത്താവ് ഇരിക്കുന്നിടത്ത് ഇരിക്കുകയുള്ളൂ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷ ഗ്രന്ഥം വരെയായില്ലേ? അടുത്തത് അപ്പോസ്തല പ്രവൃത്തി 1:11. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു പോയതുപോലെ തന്നെ എന്തോ ചെയ്യും? മടങ്ങി വരും. പുനരാഗമനത്തിൻ്റെ അനുഗ്രഹീതമായൊരു വേദഭാഗമാണത്. ഈ യേശു കണ്ടോ, വേറൊരു വ്യക്തിത്വമല്ല വരുന്നത്. നിങ്ങളോടുകൂടെ മുട്ടിത്തട്ടി ഉരുമി ഒരഞ്ഞ് നടന്നിരുന്ന ഈ യേശു ഉണ്ടല്ലോ, നിങ്ങളോടുകൂടെ ഉണ്ട് കുടിച്ചുറങ്ങിയ ഈ യേശു ഉണ്ടല്ലോ, നിങ്ങളെപ്പോലെ ക്ഷീണിച്ച്, നിങ്ങളെപ്പോലെ ദാഹിച്ച്, നിങ്ങളെപ്പോലെ നടന്ന്, നിങ്ങളെപ്പോലെ തോണി തുഴഞ്ഞ്, നിങ്ങളെപ്പോലെ മല കയറി കുന്നിറങ്ങി നിങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന ഈ യേശുവില്ലേ, ഈ യേശു തന്നെയാ പോയതുപോലെ മടങ്ങി വരാൻ പോകുന്നത് എന്ന് ദൂതന്മാർ, അതിൽ 2 ദൂതന്മാർ കണ്ടോ. എത്ര ദൂതന്മാരാ? ശ്രദ്ധിച്ച് നോക്കാൻ, 2 ദൂതന്മാരാണ്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, അപ്പോൾ ഉണ്ടാകുന്ന വിശുദ്ധ പ്രജ എന്ന ദൂത് പറയാൻ ഒറ്റ ദൂതനാ വന്നത്. യേശു രണ്ടാമത് വരുമെന്ന് പറയാൻ 2 ദൂതന്മാർ ഒരുമിച്ച് നിൽക്കുന്നു. അതുകൊണ്ട് സംഭവിക്കുക തന്നെ ചെയ്യും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരാനുള്ളവൻ വരുമെന്നുള്ളതിന് ഉറപ്പ് നമുക്കവിടെ ലഭിക്കപ്പെടുക. അപ്പോസ്തല പ്രവൃത്തി 1:11 മനസ്സിലായല്ലോ. അടുത്ത പുസ്തകത്തിലേക്ക് വന്ന റോമാലേഖനം 13:11-12 നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിയുവാറായി, പകൽ അടുത്തിരിക്കുന്നു. ഈ വാക്യങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നത് പുനരാഗമനത്തിൻ്റെ പ്രത്യാശയാണ്. വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ. അതേതാ രക്ഷ? ഏത് രക്ഷയാണെന്നറിയാമോ? അത് നമ്മുടെ ജഡത്തിൻ്റെ, നമ്മുടെ ശരീരത്തിൻ്റെ രക്ഷയാണ്. രക്ഷയ്ക്ക് 3 അവസ്ഥകളുണ്ട്. ഒന്ന് ആത്മാവിൻ്റെ രക്ഷ. ആത്മാവിൻ്റെ രക്ഷ എന്ന് പറഞ്ഞാൽ സൽവേഷൻ ഫ്രം ദ പെനാലിറ്റി ഓഫ് സിൻ ആണ്. പെനാലിറ്റി ഓഫ് സിൻ, ആദമ്യ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷയാണ് ആത്മാവിൻ്റെ രക്ഷ. ഓക്കെ. രണ്ടാമത് സൽവേഷൻ ഫ്രം ദ പവർ ഓഫ് സിൻ, പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള രക്ഷ. അതാണ് ദേഹിയുടെ രക്ഷ. ഇപ്പോൾ നമ്മൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ഉപവാസ പ്രാർത്ഥനയിൽ, കാത്തിരിപ്പ് യോഗത്തിൽ, സഭായോഗത്തിൽ, കൺവെൻഷനുകളിൽ, വ്യക്തിപരമായ ധ്യാനത്തിലൊക്കെ നമ്മൾ പ്രാപിക്കുന്ന രക്ഷ എന്ന് പറയുന്നത് ദേഹിയുടെ രക്ഷയാണ്. അത് 2ാമത്തെ തലമാണ്. അത് സൽവേഷൻ ഫ്രം ദ പവർ ഓഫ് സിൻ ആണ്. എന്നാൽ നമ്മുടെ ശരീരം ഇനി രക്ഷിക്കപ്പെടണം. മനസ്സിലായോ? അത് യേശുവിൻ്റെ പുനരാഗമനത്തിലാണ് സംഭവിക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് എത്ര പേര് പ്രതീക്ഷിക്കുന്നുണ്ട്? നമ്മൾ പകൽ പറഞ്ഞു നിർത്തിയത് അവിടെയാണ്. ഈ ലോകത്തോട് അനുരൂപമാകാതിരുന്നാൽ കർത്താവ് വന്ന് നമ്മുടെ ശരീരത്തെ തൻ്റെ രൂപത്തോട് എന്തോ ചെയ്യും? അനുരൂപം ആക്കി മാറ്റും. അവിടെയാണ് നമ്മുടെ ദേഹത്തിൻ്റെ രക്ഷ ലഭിക്കപ്പെടുന്നത്. അത് സൽവേഷൻ ഫ്രം ദ പ്രസൻസ് ഓഫ് സിൻ ആണ്. ഓക്കെ. അത് 3ഉം പ്രത്യേകമായി പഠിച്ചോണം. രക്ഷയെക്കുറിച്ചുള്ള പഠനത്തിൽ ഈ 3 കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ഒന്ന്, സൽവേഷൻ ഫ്രം ദ പെനാലിറ്റി ഓഫ് സിൻ എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷയാണ് ആത്മാവിൻ്റെ രക്ഷ. ഒന്ന്. രണ്ടാമത്തേത് സൽവേഷൻ ഫ്രം ദ പവർ ഓഫ് സിൻ, നിരന്തരം നമ്മളെ പാപത്തിലേക്ക് വശീകരിക്കുന്ന ശക്തിയിൽ നിന്നുള്ള രക്ഷ. അതാണ് ദേഹിയുടെ രക്ഷ. അത് നമ്മൾ നിരന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി സൽവേഷൻ ഫ്രം ദ പ്രസൻസ് ഓഫ് സിൻ എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടുപോകും. അതാ കർത്താവ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്താം, അവിടെ പാപമില്ല. ലോകത്തിലെ ഏത് കോണിൽ പോയി പാർത്താലും, ഈ പ്രപഞ്ചത്തിലെ ഏതിടത്ത് പോയി പാർത്താലും അവിടെ എല്ലാം പാപ സാന്നിധ്യമുണ്ട്. പാപ സാന്നിധ്യമില്ലാത്ത ഒരിടമേ ഉള്ളൂ, അത് കർത്താവ് ഇരിക്കുന്ന ഇടമാണ്. പ്രത്യാശയുള്ള എത്ര പേരുണ്ട് അവിടേക്ക് പോകാൻ? ഹല്ലേലൂയ. അപ്പോൾ റോമാലേഖനം 13-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ പുനരാഗമനത്തെ നൽകിത്തരുന്ന, പ്രത്യാശ നൽകിത്തരുന്ന ഗംഭീര വാക്യങ്ങളാണ്. അടുത്ത പുസ്തകം ഏതാ? 1 കൊരിന്ത്യ ലേഖനം 15:52 വാക്യം ഇങ്ങനെ പറയുന്നു: കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടും. ആ വാക്യമൊക്കെ കേട്ടിട്ട് ഒരു സ്വോത്രം ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. സ്വോത്രം. ഡിസ്പ്ലേയിൽ ആ വാക്യം തന്നെയാണോ തെളിയുന്നതെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അല്ലേ? എന്നെ ഡിസ്പ്ലേയും തമ്മിൽ നിങ്ങൾ താരതമ്യം ചെയ്യുന്നതിനിടയ്ക്ക് ഈ സ്വോത്രം പറയാൻ മറന്നു പോകുന്നത്. അതാണ് അതിൻ്റെ സംഭവം. ഗുഡൻസ് എനിക്ക് പിടി കിട്ടിയത്. ഡിസ്പ്ലേയിൽ അത് തെളിഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു സ്വോത്രം ഈ വാക്യമൊക്കെ കേൾക്കുമ്പോൾ പറയണം. കാഹളം ധ്വനിക്കും, മരിച്ചവരെന്തോ ചെയ്യുമെന്നാ? നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല എന്ന് പറഞ്ഞാണ് വാക്യം തുടങ്ങുക. നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, നാം എന്തോ ചെയ്യും? രൂപാന്തരപ്പെടും. ആ പ്രത്യാശയുള്ളവർക്ക് സ്തോത്രം പറയാം. ഹല്ലേലൂയ.
അപ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, സകല കൃപാവരത്തിലും കുറവില്ലാത്തവരായി നിങ്ങൾ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. അപ്പോൾ യേശുവിന്റെ പ്രത്യക്ഷത 1:8 പറഞ്ഞു തുടങ്ങി. പിന്നീട് അങ്ങോട്ട് പറയുന്നതെല്ലാം പുനരാഗമനത്തെക്കുറിച്ചുള്ള അനുഗ്രഹീത ചിന്തകൾ, അതിനുവേണ്ടി ഒരുങ്ങുവാൻ നമ്മളെ സജ്ജമാക്കുന്ന ചിന്തകളും പ്രബോധനങ്ങളുമാണ് എന്നറിയണം. അടുത്ത പുസ്തകം ഏതാ? 2 കൊരിന്ത്യർ ലേഖനം അല്ലേ? 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ പുനരാഗമനത്തിന്റെ സജീവമായിരിക്കുന്ന പ്രബോധനമാണ്. കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാലും കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ഞങ്ങൾ അവനോടുകൂടെ ചേരാൻ ആഗ്രഹിക്കുന്ന വിശ്വാസത്താൽ മാത്രമാണ്, കാഴ്ചയാലല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം 10-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. ഇതെല്ലാം പുനരാഗമനവും അനന്തര സംഭവങ്ങളെയും ആ 10 വാക്യത്തിനകത്ത് വാരി അങ്ങ് നിറച്ചിരിക്കുകയാണ് അപ്പോസ്തലൻ. മനസ്സിലായോ? അപ്പോൾ 2 കൊരിന്ത്യർ ലേഖനവും പുനരാഗമനത്തിൻ്റെ പ്രത്യാശ നമുക്ക് നൽകുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, വരുവാനുള്ളവൻ വരും, താമസിക്കില്ല. ആ വരുമെന്നുള്ളതിൻ്റെ ഉറപ്പാണ് ഈ വാക്യങ്ങളെല്ലാം. 2 കൊരിന്ത്യർ ലേഖനം കഴിഞ്ഞാൽ അടുത്ത പുസ്തകം ഏതാ? ഗലാത്യ ലേഖനമാണ്. 5-ാം അധ്യായം 5-ാം വാക്യം. ഭാഗ്യകരമായൊരു പ്രത്യാശ നിവർത്തിയുണ്ട്. നമുക്ക് ഭാവിയിൽ നിവർത്തിക്കപ്പെടേണ്ടതായിരിക്കുന്ന ഒരു ഭാഗ്യ പ്രത്യാശയുണ്ട്, ഒരു ഭാഗ്യകരമായ പ്രത്യാശ നിവർത്തി. അതെന്തുവെന്നറിയാമോ? നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗ്യമായ നിവർത്തി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയും കർത്താവിൻ്റെ അരികിലേക്കുള്ള നമ്മുടെ സമാഗമനവുമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ഗലാത്യ ലേഖനം നൽകുക. അടുത്ത അനുഗ്രഹീത ഗ്രന്ഥമാണ് എഫെസ്യർ ലേഖനം. എഫെസ്യർ ലേഖനത്തിൽ അനുഗ്രഹീത ആത്മീയോപദേശങ്ങൾ, പ്രായോഗിക ഉപദേശങ്ങൾ വാരി നിറച്ചിട്ടുണ്ട്. പുനരാഗമനത്തെക്കുറിച്ച് നേരിട്ട് പ്രതിപാദിക്കുന്ന വാക്യങ്ങളൊന്നുമില്ല. പക്ഷെ ഒരെണ്ണം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. 4:30 പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങളെ വീണ്ടെടുപ്പിൻ നാളിന് എന്തോ ചെയ്തിരിക്കുന്നു, മുദ്രയിട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. 4:30 ദൈവമക്കളോട് ഒരു അടിക്കുറിപ്പ് പറയട്ടെ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദുഃഖിപ്പിച്ചാൽ എന്താ കുഴപ്പം? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ നമുക്ക് പണി കിട്ടും. എന്താ പണിയെന്നറിയാം? അത് ഭയങ്കര ഒരു പണിയാണ്, മറന്നു പോകരുത്. ദൈവസഭയെ തട്ടിത്തലോടി തഴുകി നടത്തേണ്ടതിന് പാർത്തലത്തിൽ നമ്മോട് കൂടെയുള്ള സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലത്, പോയാൽ ആത്മാവിനെ, കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി, ആശ്വാസപ്രദനായ കാര്യസ്ഥനായ കംഫോർട്ടറായ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അയച്ചു തരികയും ചെയ്തു. യേശുവിൻ്റെ സ്വർഗ ആരോഹണം, അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അവരോഹണം. അങ്ങനെ സഭ പ്രബലമായി. ഇപ്പോൾ ആത്മാവാണ് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആത്മാവിൻ്റെ പ്രബോധനയിലാണ് സഭ മുന്നേറുന്നത്. മകനെ വഴി ഇതാണ്, മകളെ വഴി ഇതാ, ഇതിലെ നടന്നുകൊള്ളുക എന്ന് നമുക്ക് ഗതി പറഞ്ഞു തരുന്നത്, നമുക്ക് ദിശാബോധം തരുന്നത് ആരാ? പരിശുദ്ധ ആത്മാവാണ്. അതുകൊണ്ട് റോമർ 8:14 പറയുന്നത്, ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ ഏവരും ആരാ? ദൈവത്തിൻ്റെ മക്കൾ. ഗലാത്യ ലേഖനം 5:25 ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആത്മാവിനെ നമ്മൾ എന്തോ ചെയ്യരുത്, ദുഃഖിപ്പിക്കരുത്. രഹസ്യവും പരസ്യവുമായി ചെയ്യുന്ന സകലവിധമായിരിക്കുന്ന പാപവും നിമിത്തം ആത്മാവ് നമ്മിൽ എന്തോ ചെയ്യും, ദുഃഖിക്കും. മനസ്സിലായല്ലോ? ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആത്മാവിനെ ദുഃഖിപ്പിച്ചാലുള്ള ഏറ്റവും വലിയ ദോഷം എന്താണെന്ന് ആർക്ക് പറയാം? ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിക്കുന്നത് മനസ്സൊന്ന് ചിന്തയിലേക്ക് വരാൻ വേണ്ടിയാണ്. കേട്ടോണ്ടിങ്ങനെ ഇരിക്കുക മാത്രമല്ല, വായിച്ച ഭാഗങ്ങളെക്കുറിച്ചൊന്ന് ധ്യാനിക്കാനും കൂടെയാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ എന്താ പണി കിട്ടുക എന്നറിയാമോ? മുട്ടൻ പണി കിട്ടും. കാശ് കൊടുത്ത വീട്ടാനാവാത്ത ഭയങ്കര പണി കിട്ടും. യെശയ്യാ പ്രവാചകൻ പറയുന്നു 63:10 വാക്യം, അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. 63:10 വാക്യം കണ്ടോ? അവൻ അവർക്ക് എന്തുവായി മാറി? ശത്രുവായി മാറി. ആര്? ദൈവം തൻ്റെ ജനത്തിന് ആരായി മാറി? ശത്രുവായി മാറി. അപ്പൊ ദൈവം നമ്മുടെ ശത്രുവായി കഴിഞ്ഞാൽ പിന്നീട് ഒരു നിരപ്പിക്കൽ പരിപാടിയില്ല. അറിയാമോ? ആദമ്യ പാപനിമിത്തം ശത്രുതയിലായിരുന്ന നമ്മെ, പകല് ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തോട് നമ്മെ ക്രിസ്തു നിരപ്പിച്ചു തൻ്റെ ദേഹയാഗം മൂലം. ഇനി പരിശുദ്ധാത്മാവിനോട് നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ട് ദൈവം നമ്മുടെ ശത്രുവായാൽ അടുത്ത ഒരു നിരപ്പിൻ്റെ യാഗം അവശേഷിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആരെ ദുഃഖിപ്പിക്കരുത്? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കണം. അന്യഭാഷ ഒത്തിരി പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് സന്തോഷിക്കുമെന്നൊന്നും ചിന്തിക്കരുത്. അന്യഭാഷ പറയാൻ യോഗ്യതയുള്ള വായ് മാത്രമേ അത് പറയാവൂ. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവർ മാത്രമേ ആ വിധമായ കാര്യങ്ങളിൽ ഏർപ്പെടാവൂ. ജീവിതത്തിൽ ഒട്ടനവധി അനാത്മിക പ്രവണതകൾ സൂക്ഷിക്കുന്ന ഒരൊറ്റ വ്യക്തിക്കും പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിച്ച് പോകാൻ പറ്റില്ല. അതുകൊണ്ട് വ്യക്തിപരമായ ജീവിതം ആത്മാവിന് ദുഃഖമാണോ
ആത്മാവിന് സന്തോഷമാണോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണം. അതാണ് എഫെസ്യ ലേഖനത്തിൽ പുനരാഗമനത്തിൻ്റെ ധ്യാനം 4:30 വാക്യമാണ്. അടുത്ത പുസ്തകം ഏതാ? ഫിലിപ്പിയ ലേഖനം അല്ലേ? എഫെസ്യർ കഴിഞ്ഞാൽ ഫിലിപ്പിയ ലേഖനം 3:20-21. സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഇറങ്ങി വരും. എന്തിനാ? എങ്ങനെയാ വരുന്നേ? സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതിൻ്റെ വ്യാപാര ശക്തി കൊണ്ട്. എന്തിനാ? നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരമാക്കി രൂപാന്തരപ്പെടുത്തേണ്ടതിന്. അപ്പം 3:20-21 എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരാനുള്ളവൻ വരുമെന്ന് നമുക്ക് ഉറപ്പ് തരുന്നൊരു വാക്യം കൂടിയാണെന്നറിയണം. അപ്പോൾ എബ്രായ ലേഖനം 10:37 വാക്യം, മത്തായി മുതൽ ഇങ്ങോട്ട് കോർത്തിണക്കണം മാലയിലെ മുത്തുപോലെ. അങ്ങനെ വരുമ്പോഴാണ് ആ ഉറപ്പ് നമുക്ക് ലഭിക്കപ്പെടുന്നത്. സ്തോത്രം ചെയ്താട്ടെ, ഹല്ലേലൂയ. അപ്പോൾ ഫിലിപ്പിയർ 3:20-21 വാക്യം ശ്രദ്ധിക്കണം, മറന്നു പോകരുത്. അടുത്ത പുസ്തകം ഏതാ? കൊലോസ്യ ലേഖനമാണ്. കൊലോസ്യ ലേഖനം രാവിലെ നമ്മൾ വായിച്ച കുറിവാക്യം തന്നെ മതിയല്ലോ. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും ക്രിസ്തുവിനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. 3:4 വാക്യം കൊലോസ്യ ലേഖനം ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെ പരാമർശിക്കുന്ന വാക്യമാണത് എന്ന് ഓർത്തുകൊള്ളണം. കൊലോസ്യ ലേഖനം കഴിഞ്ഞ പിന്നെ അടുത്ത പുസ്തകം ഏതാ? 1 തെസ്സലോനിക്കർ ലേഖനത്തിലെ വാക്യം അറിയാമല്ലോ, ഏതാ? 4:16. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ എവിടെ നിന്ന് ഇറങ്ങി വരും? സ്വർഗത്തിൽ നിന്ന്. കണ്ടോ? അപ്പം അത് നമുക്ക് പരിചിതമായ വാക്യമാണ് 1 തെസ്സലോനിക്ക ലേഖനത്തിലെ. ഗുഡ്. അടുത്തത് 2 തെസ്സലോനിക്ക ലേഖനം 2 വാക്യം. കർത്താവിൻ്റെ വരവിനെ അനുഗ്രഹീതമായി നിന്ന് ഉറപ്പിക്കുന്ന ഒരു വാക്യമാണ് 2 തെസ്സലോനിക്ക ലേഖനം 2 വാക്യം. അവൻ്റെ പ്രത്യക്ഷതയും അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. കർത്താവിൻ്റെ പ്രത്യക്ഷനാകുന്ന കർത്താവിൻ്റെ അരികിലേക്ക് സഭയുടെ സമാഗമം. കണ്ടോ? അനുഗ്രഹീതമായ വാക്യമാണ് 2 തെസ്സലോനിക്കർ 2 1 വാക്യം. അടുത്ത പുസ്തകം ഏതാ? 1 തിമോത്തിയോസ് 6:16 വാക്യം നോക്കിക്കേ. മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായവൻ തക്ക സമയത്ത് അപ്രത്യക്ഷത വരുത്തും. എപ്പോൾ വരുത്തുമെന്നാ ഒന്ന് പറഞ്ഞ ആ പദം? തക്ക സമയത്ത്. കണ്ടോ? തക്ക സമയം എന്നൊക്കെ ഉള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന തക്ക സമയമൊന്നുമല്ല. നമ്മൾ തക്ക സമയം ഉപയോഗിക്കുന്നതൊക്കെ അർത്ഥം ഇല്ലാതെ തന്നെയാണ്. 10 മണിക്ക് സഭായം തുടങ്ങും, 11:30 വരുന്ന പുള്ളിയും സാക്ഷ്യം പറയാൻ എഴുന്നേൽക്കുമ്പോൾ തക്ക സമയത്ത് വരുവാൻ ഇടയായതിന് തക്കതിൻ മണ്ണൊന്നും പറഞ്ഞാൽ തുടങ്ങുന്നത്. 10 മണിക്ക് തുടങ്ങുന്ന സഭായോഗത്തിന് വരുന്നത് തക്ക സമയത്ത് എപ്പോഴാണ് വരണ്ടേ? 10 മണിക്ക് മുമ്പ് പറയണം, 9:45 വരണം, എങ്കിലേ തക്ക സമയമാവുള്ളൂ. ഇത് 11:30 വന്ന പുള്ളിയും പറയുന്നത് എപ്പോൾ വന്നെന്നാ? അപ്പം നമ്മൾ വരുന്ന നമ്മുടെ തക്ക സമയം. കർത്താവിൻ്റെ വരവ് അങ്ങനൊന്നുമല്ല. ഇൻ ഡ്യൂ ടൈം, ഇൻ റൈറ്റ് ടൈം, കുറിക്കപ്പെട്ട നേരത്തിലേ. തമിഴിൽ അപ്പടിയാണ്, കുറിക്കപ്പെട്ട നേരം. അതിനാണ് ഇംഗ്ലീഷിൽ ഡ്യൂ ടൈം, ചില വേർഷനുകൾ റൈറ്റ് ടൈം. മലയാളത്തിൽ പറയുന്നത് തക്ക സമയം. മനസ്സിലായില്ലേ? കർത്താവിൻ്റെ വരവ് തക്ക സമയത്തായിരിക്കുമെന്ന് 1 തിമോത്തിയോസിൻ്റെ ലേഖനം 6 16 വാക്യം. അടുത്ത പുസ്തകം 2 തിമോത്തിയോസിൻ്റെ ലേഖനമാണ് 4 8 വാക്യം നോക്കിക്കേ. അവൻ്റെ പ്രത്യക്ഷതയിൽ എനിക്ക് തരും, എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ചേവർക്കും. അപ്പോൾ യേശുവിൻ്റെ പ്രത്യക്ഷത 2 തിമോത്തിയോസിൻ്റെ ലേഖനം 4 8 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ നല്ല പോർപൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു എന്ന് 4:7 പറഞ്ഞിട്ട് 4:8 പറയുന്നത് എന്ത് വേണമെന്നറിയാമോ? എന്താ? എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും. അപ്പോൾ 2 തിമോത്തിയോസ് ലേഖനത്തിൽ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അടുത്ത പുസ്തകം ഏതാ? തീത്തോസിന്റെ ലേഖനമല്ലേ? 2:12 നോക്കിക്കേ. ഭാഗ്യകരമായ പ്രത്യാശ, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത. ഓ, അതെത്ര ശോഭനമായിരിക്കുന്നൊരു പ്രത്യാശയാണെന്നറിയാമോ? ആരാ പ്രത്യക്ഷനാകാൻ പോകുന്നേ? യേശുവിൻ്റെ മടങ്ങി വരവെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് ശീലിച്ചു പോയി. പൗലോസ് അങ്ങനെയൊന്നും അല്ല പറയുന്നത്. പൗലോസ് പറയുന്നത് പ്രത്യക്ഷനാകാൻ പോകുന്നത് മഹാദൈവമാണ്. മഹാദൈവം. യേശു മഹാദൈവമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, കർത്താവ് മഹാദൈവമാണെന്ന് വിശ്വസിക്ക്. അങ്ങനെ നിരുപാധികം ഏറ്റെടുക്കണം. അങ്ങനെ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയിൽ മഹാകാര്യങ്ങൾ ചെയ്യാൻ കർത്താവിന് കഴിയും. മഹാകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ പേരാണ് മഹാദൈവം എന്ന് പറയും. എല്ലാ ദൈവത്തിനൊന്നും മഹാകാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കർത്താവ് ചെയ്തതെല്ലാം മഹാകാര്യങ്ങൾ തന്നെയാണ്. മനസ്സിലായോ? ആ മഹാകാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ കർത്താവിന് കഴിയും. വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ കർത്താവ് ചെയ്ത ഏറ്റവും വലിയ മഹാകാര്യങ്ങൾ 1 2 3 4 5 6 എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി
തലയ്ക്ക് നീളം പോരാ, അതുപോലെ മഹാകാര്യമുണ്ട്. 18 വർഷം കൂനിയായിരുന്നവളെ നിവർത്തിയതോ, ലാസറിനെ പേര് വിളിച്ച് പുറത്തു കൊണ്ടുവന്നതോ, 5000 പേർക്ക് ഭക്ഷണം മൃഷ്ടാനമായി കൊടുത്തതോ മാത്രമല്ല, പച്ചവെള്ളം വീഞ്ഞാക്കി വിളമ്പിയത് മാത്രമല്ല കർത്താവിൻ്റെ മഹാകാര്യങ്ങൾ. അതൊക്കെ അത്ഭുതങ്ങളായി നമ്മൾ മഹാകാര്യമായി കാണുന്നത്. പക്ഷേ യോഹന്നാന്റെ സുവിശേഷം 1:3 പറയുന്നു, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അതെന്നെ മഹാകാര്യമാണ്. നോക്കണേ, ഒറ്റ വാക്കുകൊണ്ട് ആഴിയൂഴി ബ്രഹ്മാണ്ടത്തെ മുഴുവനും ഉണ്ടാക്കിയവൻ. കണ്ടില്ലേ, ആകാശം, നീലാകാശത്തിലെ ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, സൂര്യചന്ദ്രങ്ങൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങളെ എല്ലാം അതതിൻ്റെ ഭ്രമണപഥത്തിൽ തച്ചിന് കുത്തിയിരുന്ന് ഉണ്ടാക്കിയതല്ല, വാക്കിനാൽ ഉളവാക്കിയതാണ്. അതാ കർത്താവിൻ്റെ മഹാകാര്യം. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ള സമസ്ത ജീവജാലങ്ങളും അതതിൻ്റെ ആഹാരം വിളമ്പിക്കൊടുത്ത് ആവാസ വ്യവസ്ഥയെ ക്രമീകരിച്ച് ചെറുതും വലുതുമായ സകല ജീവജാലങ്ങളെയും പട്ടിണിക്കിടാതെ പരിപാലിക്കുന്ന ഒരു സൃഷ്ടിതാവ് നമ്മുടെ കർത്താവാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പഞ്ഞം പറഞ്ഞുകൊണ്ട് നടക്കരുത്, പഞ്ഞം പറഞ്ഞുകൊണ്ട് നടക്കരുത്. നമ്മുടെ കർത്താവാണ് ഇവയ്ക്കെല്ലാം ആഹാരം കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? സമുദ്രജലങ്ങളും സമുദ്രത്തിലുള്ള സകല ജീവജന്തുക്കളെയും നോക്കിക്കേ, അതിനെയെല്ലാം നിയന്ത്രിക്കുന്നവൻ, ഋതുഭേദങ്ങളെ നിയന്ത്രിക്കുന്നവൻ. കണ്ടോ, നമ്മുടെ പ്രാണനെ പരിപാലിക്കുന്നവൻ. എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള പ്രാണൻ ഇങ്ങനെ വേണമോ? ഈ കസേരയിൽ ഇങ്ങനെ സ്റ്റൈലായിട്ട് ഇരിക്കണോ, അതോ നാളെ വെള്ള പുതച്ച് കിടക്കണോ എന്ന അവസാന വാക്ക് പറയാൻ പരമാധികാരമുള്ള നമ്മുടെ കർത്താവിൻ്റെ പേര് മഹാദൈവമെന്ന. ആ മഹാദൈവത്തിൻ്റെ മഹാപ്രവൃത്തികൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു അധ്യായം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. വീട്ടിൽ ചെന്നൊന്ന് പരിശോധിച്ച് നോക്കണേ. ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കരുത്, വീട്ടിൽ ചെന്ന് അധ്യായം ഓർത്തിരുന്നാൽ മതി. നിസ്സാരമായിട്ട് ഓർത്തിരിക്കുക. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മൊത്തം വായിക്കണം. മൊത്തം വായിക്കുമ്പം അതിനകത്ത് അങ്ങനെ പൊട്ടുന്ന ചില പദങ്ങളുണ്ട്. അതിൻ്റെ അടി വര കൊടുക്കണം. വര കൊടുത്താൽ മാത്രമല്ല, ആ പദങ്ങളെല്ലാം കൂടെ നിങ്ങളുടെ ബുക്കിലേക്ക്, വേണ്ട, ഒരു വെള്ള പേപ്പറിലേക്ക് എഴുതണം. ഓക്കെ? മൊത്തവും ഉണ്ടാകട്ടെ, വേർപിരിയട്ടെ, ജനിക്കട്ടെ, കൂടട്ടെ, വാഴട്ടെ, പറക്കട്ടെ. ഇതാരാ പറയുന്നേ? കമ്മിറ്റി അല്ല, സെൻട്രൽ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി ഒന്നും അല്ല പറയുന്നത്. പിന്നെ ആരാ പറഞ്ഞേ? ഉളവാക്കിയവൻ്റെ വാക്കാണ്, വചനമായവൻ്റെ വാക്കാണത്. കണ്ടോ, ആ ശബ്ദം അങ്ങോട്ട് മുഴങ്ങിയതിൻ്റെ പ്രതിധ്വനി അടങ്ങുന്നതിന് മുമ്പ് ഇതെല്ലാം ഉണ്ടായി വന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്ന ഠേ 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 എന്ന് അവസാനിപ്പിക്കുന്ന പദങ്ങളെല്ലാം കൂടെ നിങ്ങളുടെ വെള്ളപ്പേപ്പറിൽ അങ്ങോട്ട് എഴുതി വെക്കണം. എന്നിട്ട് പുസ്തകം അടയ്ക്കണം, പേന ക്യാപ്പിടണം. ഈ എഴുതിയ വെള്ളപ്പേപ്പർ എടുത്ത് നെഞ്ചോട് അടുപ്പിക്കണം, മുഴങ്കാലിലോട്ട് അങ്ങോട്ട് നിൽക്കണം. എന്നിട്ട് പറയണം കർത്താവിനോട്, കർത്താവേ, അങ്ങ് പറഞ്ഞപ്പോൾ ഇതെല്ലാം സംഭവിച്ചു, ഞാനത് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്നെ നോക്കിയൊന്ന് പറഞ്ഞേ കർത്താവേ, എൻ്റെ വീടിനെ നോക്കിയൊന്ന് പറഞ്ഞേ കർത്താവേ, എൻ്റെ സഭയെ നോക്കിയെന്ന് പറഞ്ഞേ കർത്താവ്, എൻ്റെ ശുശ്രൂഷയെ നോക്കിയെന്ന് പറഞ്ഞേ, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിയെന്ന് പറയേ. ഉണ്ടാകത്തില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്, പക്ഷെ അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ ഉണ്ടാകും. മാറത്തില്ലെന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്, അന്ധകാരം മാറത്തില്ലെന്ന്. പക്ഷെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ ഉണ്ടാകും. ഞാൻ വിശ്വസിക്കുന്നു. സൗഖ്യമാകത്തില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്, പക്ഷെ അങ്ങ് സൗഖ്യമാകാ എന്ന് പറഞ്ഞാൽ സൗഖ്യമാകും. മനസ്സിലായില്ലേ? ഇന്ന് രാത്രിയിൽ ആ കർത്താവിൻ്റെ മഹാദൈവത്തിൻ്റെ പദ്ധതിയെ വാക്കുകൾ കൊണ്ട് അറിഞ്ഞ് അനുഭവിക്കാൻ ഞാൻ ബുദ്ധി ഉപദേശിക്കുന്നു. ഏറ്റെടുത്ത ദൈവമക്കൾ കർത്താവിനെ സ്തുതിക്ക്, ശക്തമായ ദൈവത്തെ ആരാധിക്ക്. ഇത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പോൾ തന്നെ നാഡീ ഞരമ്പുകളിൽ, അസ്ഥിവ്യൂഹങ്ങളിൽ, മാംസപേശികളിൽ, ഓരോ കോശങ്ങളിലും ദൈവശക്തിയുടെ വ്യാപാരം. ഒരു വാക്ക് മതി കർത്താവേ, ഒരു വാക്ക് മതി. ഹല്ലേലൂയ. അങ്ങനെയുള്ള ദൈവത്തിന് എന്തോ പേര് കൊടുക്കണം? മഹാദൈവം. അപ്പൊ തീത്തോസ് ലേഖനത്തിൽ പുനരാഗമനത്തിന്റെ പ്രതീക്ഷ നൽകുന്ന വാക്യമാവ് 2:12 മഹാദൈവം യേശുവിന്റെ ദൈവത്വത്തിന്റെ ഔന്നത്യം ഇത്ര ഗംഭീരമായി അവതരിപ്പിക്കുന്ന ഒരു വാക്യം. ശ്രേഷ്ഠമാണ്, ശ്രേഷ്ഠമാണ് വാക്യം. അതാണ് തീത്തോസ്. അടുത്ത പുസ്തകം ഏതാ? ഫിലേമോൻ. ഫിലേമോന്റെ ലേഖനത്തിലും 2 യോഹന്നാൻ 3 യോഹന്നാൻ, ഈ 3 ലേഖനങ്ങളിലും, ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, ഈ 3 ലേഖനങ്ങളിലും പുനരാഗമനത്തിന്റെ പ്രതീക്ഷ നൽകുന്ന ഒരൊറ്റ വാക്യം പോലും ഇല്ല. ഫിലേമോനിലില്ല, 2 യോഹന്നാൻ ലേഖനമില്ല, 3 യോഹന്നാന്റെ ലേഖനത്തിലും പുനരാഗമനവുമായി ബന്ധപ്പെട്ട വാക്യം നേരെ പറയുന്നില്ല. പിന്നെ ചില വാക്യങ്ങളെയോ പദങ്ങളെയോ നമുക്കെടുത്ത് വ്യാഖ്യാനിച്ച് കൊണ്ടുവരാമെന്നുള്ളതേ ഉള്ളൂ. പണിപ്പെടണ്ട, ബാക്കിയുള്ള പുസ്തകങ്ങളിലൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഫിലേമോനെ വിട്ട് കഴിഞ്ഞാൽ അടുത്ത പുസ്തകം ഏതാ? എബ്രായ ലേഖനമല്ലേ? അത് നമ്മുടെ കുറിവാക്യമാണല്ലോ. എത്രയും അല്പകാലം കഴിഞ്ഞിട്ട്
10:37 എഴുതിക്കൂ. എബ്രായ ലേഖനം 10:37. അപ്പം മത്തായി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പുസ്തകങ്ങളിലും പുനരാഗമനത്തിൻ്റെ പ്രതീക്ഷ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എബ്രായ ലേഖനം കഴിഞ്ഞാൽ അടുത്ത പുസ്തകം ഏതാ? യാക്കോബിൻ്റെ ലേഖനം 5:7 നോക്കിക്കേ. 5:7. കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ദീർഘക്ഷമയോടിരിക്കണം. കൃഷിക്കാരനും തൻ്റെ കൃഷിയുടെ ഫലത്തിനു വേണ്ടി കാത്തിരിക്കുന്നത് പോലെ സഹിഷ്ണുതയോടിരിക്കണം. സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമെന്ന എബ്രായ ലേഖനത്തിലെ വാക്യവുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാവുന്ന അനുഗ്രഹിത വാക്യമാണ്. 5:7 എഴുതിക്കണം. യാക്കോബ് 5:7 കണ്ടോ? കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള അനുഗ്രഹിത വാക്യമാണ്. യാക്കോബ് കഴിഞ്ഞ പിന്നെ ഏതാ പുസ്തകം? 1 പത്രോസ് ലേഖനം 1:13 നോക്കിക്കേ. കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരാകണം. ഉണ്ടോ? നിർമ്മതത്വം സൂക്ഷിക്കണം. മതരഹിതരാകണം. മതം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ മതം, ഹിന്ദുമതം, ജൈനമതം, ബുദ്ധമതം, ജൂതമതം അങ്ങനെയുള്ള മതങ്ങളല്ല ഇവിടെ ഉദ്ദേശിക്കുക. അനിയന്ത്രിതമായിരിക്കുന്ന വികാര തള്ളിച്ചയാണ്. മനസ്സിലായോ? ചില വികാര വിചാര വിക്ഷോഭങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ നമ്മൾ ഉയർന്നു വരുന്ന പാപരാഗങ്ങളുടെ വിസ്ഫോടനാത്മകമായ അനുഭവമാണ്. അതിനെ നമ്മൾ നിയന്ത്രിക്കണമെന്നാണ് പറയുക. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ കോപതാപങ്ങളെ, നമ്മുടെ വികാര വിചാരങ്ങളെ ഒക്കെ നമ്മൾ പിടിച്ചടക്കണം. മുമ്പേ ഞാൻ പറഞ്ഞ ഒന്നാമത് പ്രാകൃതം എന്ന് പറയുന്ന അവസ്ഥ എഴുന്നേറ്റ് വരാൻ ഇടയാകരുത്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് നമുക്ക് നമ്മെ തന്നെ ശാസിക്കാൻ കഴിയണം. ദൈവവചനത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന സകല സങ്കല്പങ്ങളെയും പിടിച്ചടക്കണം. കണ്ടില്ലേ? ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണ ഹേതുവായിട്ട് എന്തോ ചെയ്യണം? അടക്കാൻ കഴിയണം. അതാണ് മതരഹിതമായൊരു അനുഭവം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ അതാണ് അവിടെ പ്രസ്താവിക്കുന്നു. 1 പത്രോസ് ലേഖനം 1:13 2 പത്രോസ് ലേഖനം അറിയാമല്ലോ, 3:10 9:10 എഴുതിക്കോണം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ടെന്നുള്ള വാക്യത്തിന് സമാനമായി പത്രോസ് നൽകുന്ന അനുഗ്രഹിതമായ വാക്യമാണ്. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ എന്തോ ചെയ്യുന്നില്ല, താമസിക്കുന്നില്ല. 10 പറയുന്നു കർത്താവ് എങ്ങനെ വരുമെന്ന്. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും എന്ന് 2 പത്രോസ് ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അത് പുനരാഗമനവുമായി ബന്ധപ്പെട്ട ഗംഭീരവാക്യമാണ്. അടുത്ത പുസ്തകം ഏതാ? 1 യോഹന്നാന്റെ ലേഖനം 2:28. ഇനി കുഞ്ഞുങ്ങളെ, അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന്, നാം ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് അവനിൽ വസിപ്പീൻ. 1 യോഹന്നാൻ 2:28. എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരാനുള്ളവൻ വരുമെന്ന് ഉറപ്പിക്കുന്ന അനുഗ്രഹിത വാക്യമാണ് യോഹന്നാൻ നൽകി തരിക. അവനിൽ വസിക്കുന്നവർക്ക് അവൻ്റെ പ്രത്യക്ഷതയിൽ എടുത്തുകൊള്ളപ്പെടാൻ പറ്റും. അവനിൽ വസിക്കുന്നവർക്ക് മറന്നു പോകരുത്. അടുത്ത പുസ്തകം ഏതാ? 2 യോഹന്നാൻ 3 യോഹന്നാൻ വിട്ടേരെ അതിനകത്തില്ല. അത് കഴിഞ്ഞാൽ അടുത്ത പുസ്തകം യൂദായുടെ ലേഖനമാണ്. 15 ആദാം മുതൽ 7 ഹാനോക്ക് പറയുന്നു, ഇതാ കർത്താവ് 1000 വിശുദ്ധന്മാരുമായി ന്യായവിധിക്ക് വേണ്ടി എന്തോ ചെയ്യുന്നു? വരുന്നു. പുരാതന പ്രവാചകനായിരിക്കുന്ന ഹാനോക്ക് പ്രവചിച്ചു വെച്ചതാണ് 1000 ദൂതന്മാരുമായി കർത്താവ് വരാൻ പോകുന്നു. 14, 15, 16 വാക്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുമ്പം പ്രത്യേകിച്ച് 15 വാക്യത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. യൂദായുടെ ലേഖനത്തിൽ മറ്റാരും തരാത്തൊരു ഇൻഫർമേഷനാണ് യൂദാൻ തരുന്നത്. യേശു 1000 വിശുദ്ധന്മാരുമായി വരുന്നു എന്നുള്ള പ്രയോഗം. അടുത്ത പുസ്തകം ഏതാ? വെളിപ്പാട് പുസ്തകം 22 20 നമ്മുടെ കർത്താവ് തന്നെ പറയുക, ഇതാ ഞാൻ വേഗം വരുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് കേട്ടിട്ടൊരു സ്വോത്രം പറഞ്ഞില്ലല്ലോ. കർത്താവ് വേഗം വരുന്നു. കണ്ടോ? അപ്പം മത്തായി മുതൽ വെളിപ്പാട് വരെ 3 ചെറിയ ഏകാധ്യായ ലേഖനങ്ങളും കൊണ്ട് മാറ്റിവെച്ചാൽ ബാക്കിയുള്ളതിലെല്ലാം നമ്മുടെ കർത്താവിൻ്റെ വരവിൻ്റെ അനുഗ്രഹീതമായ അനുഭവമുണ്ട്. അതുകൊണ്ട് നമ്മൾ അഭിമാനത്തോടെ പറയുന്നത്, വരാനുള്ളവൻ വരും, താമസിക്കയില്ല. ആ വാഗ്ദത്തത്തിന്റെ ആധികാരികത മനസ്സിലായവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചു. ഹല്ലേലൂയ! നമ്മൾ വെറുതെ മനപ്പായസം കൊള്ളുന്നവരല്ല, ഉറപ്പുള്ള ഒരു വാഗ്ദത്തത്തിൽ നിലനിൽക്കുന്നവരാ നമ്മൾ കർത്താവിൻ്റെ വരവിൽ. ഹല്ലേലൂയ! ഇത്ര നാൾ വന്നില്ലല്ലോ, ഇനിയിപ്പോൾ വരുമോ? അങ്ങനെ ഒന്നും സംശയിക്കേണ്ട, വരിക തന്നെ ചെയ്യും. കാരണം പറഞ്ഞത് സത്യദൈവമാണ്. യേശുവിന് സത്യദൈവമെന്നും പറഞ്ഞൊരു പേരുണ്ട്, അതറിയാമോ? യേശുവിനെ സത്യദൈവമെന്ന് വിളിച്ചിരിക്കുന്ന വാക്യം ഏതാ? 1 യോഹന്നാന്റെ ലേഖനം 5:20. 1 യോഹന്നാൻ 5:20. സത്യദൈവ ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ വിവേകം തന്നു എന്നും നാം അറിയുന്നു. 5:20 ആരംഭം അങ്ങനെയാ, അവസാനം ഇങ്ങനെ പറയുന്നു, അവൻ സത്യദൈവവും പിന്നെ നിത്യജീവനുമാകും. അപ്പൊ യേശു ആരാ?
സത്യദൈവമായതുകൊണ്ട് ഇന്നലെ പറഞ്ഞത് മാറ്റി പറയേണ്ട വരുന്നില്ല. സത്യദൈവം പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെയാ. ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളാമെന്ന് പറഞ്ഞത് സാധാ ദൈവമല്ല, സത്യദൈവമാണ്. ആ സത്യദൈവത്തിനത് നിവർത്തിച്ചേ പറ്റുകയുള്ളൂ. ലോകത്തിൽ സോറി പറയാതെ ഒരു മനുഷ്യൻ കടന്നുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യേശു മാത്രമാണ്. നമ്മളൊക്കെ സോറി പറഞ്ഞതാ, 100 കണക്കിന്. ഭാര്യയോട് സോറി, ഭർത്താവിനോട് സോറി, മക്കളോട് സോറി, പപ്പയോട് സോറി, മമ്മിയോട് സോറി, കൂട്ടുപ്രവർത്തകരോട് സോറി, സഹപ്രവർത്തകരോട് സോറി. സോറി പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ഷേപ്പ് മാറിയേനെ. സോറി എന്നൊരു പദം നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ഒരുമാതിരി മാന്യമായ ഷേപ്പിലൊക്കെ ഇരിക്കുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായേനെ, എന്നെ വിരൂപമായേനെ. പക്ഷേ 33.5 വർഷം നല്ല ഊശിരോടെ ഇവിടെ ജീവിച്ചിട്ടൊരു മനുഷ്യൻ സോറി പറയാതെ പോയത് നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? അവൻ സത്യദൈവമായതുകൊണ്ടാണ്. സ്തോത്രം പറഞ്ഞാട്ടെ സത്യദൈവത്തെ. ഹല്ലേലൂയ. അപ്പോൾ സത്യദൈവമായതുകൊണ്ട് കർത്താവ് പറഞ്ഞ വാക്കിനെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഏറ്റെടുക്കാം, ഉറപ്പായി വിശ്വസിക്കുക. ഇത്തരം കാര്യങ്ങൾ ബോധ്യമായോ? കർത്താവിനെ സ്തുതിച്ചാട്ടെ. വെരി ഗുഡ്. ഓക്കെ, അടുത്തത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കർത്താവ് ഇത് ഉറപ്പാണ്, പുനരാഗമനത്തിൻ്റെ ഉറപ്പാണ്. നമുക്ക് നൽകിയ ബഹുമാന്യ കർത്തൃദാസന്മാർ ഒരുമിച്ച് ചിന്തിച്ച് നമുക്ക് നൽകിയ തീം വാക്യത്തെ പരാമർശിച്ചുകൊണ്ട് അതിൻ്റെ ഉറപ്പ് ഞാൻ പറഞ്ഞതാണ് ഇത്രയേറെ വാക്യങ്ങളിൽ നൽകി തന്നത്. അടുത്ത് നമ്മൾ ചിന്തിക്കുന്നു കർത്താവ് വരും. എവിടുന്നാ വരുന്നേ? അതിനാധാരവാക്യം ഫിലിപ്പിയർ 3:20. സ്വർഗത്തിൽ നിന്ന് വരും. നമ്മുടെ പൗരത്വം എവിടാ? സ്വർഗത്തിലാ. നമ്മുടെ പൗരത്വം എവിടാ? സ്വർഗത്തിൽ. അവിടെ നിന്ന് നമ്മുടെ കർത്താവ് ഇറങ്ങി വരും. എവിടെ നിന്ന് ഇറങ്ങി വരുന്ന? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് സ്വർഗത്തിൽ നിന്ന്? അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യഹൂദ മര്യാദ പ്രകാരം ഇവിടെ അടക്കം ചെയ്ത യേശു സ്വർഗത്തിൽ നിന്ന് വരുമെന്ന് പറയണമെങ്കിൽ അവിടെ പറയാതെ പറഞ്ഞിരിക്കുന്നതും എഴുതാതെ എഴുതിയിരിക്കുന്നതും ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് ദർ ഇസ് എ മീനിങ്. ആ വരികൾക്കിടയിൽ എഴുതാതെ എഴുതിയിരിക്കുന്ന ഒരു വാചകം വായിക്കണം, പറയാതെ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം കേൾക്കണം. അതെന്തുവാ? യോസഫും നിക്കോദിമോസും കൂടെ 100 റാത്തൽ തൂക്കമുള്ളതായിരിക്കുന്ന വൈദ്യവിധി പ്രകാരം ശ്രേഷ്ഠമായിരിക്കുന്ന ചില സംഗതികൾ യേശുവിൻ്റെ ശരീരത്തിൽ പൂശി നിർമ്മല ശീല കൊണ്ട് പൊതിഞ്ഞ് അടക്കം ചെയ്ത് 8 ടൺ ഭാരമുള്ള കല്ല് മുരുട്ടി വെച്ച് ഗംഭീരമായ നിലയിൽ അടക്കം നടത്തിയതല്ലേ? ഓർമ്മയുണ്ടല്ലോ ആ സംഭവമൊക്കെ. ഓക്കെ, എന്നിട്ടും പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ് കർത്താവ് എവിടെ നിന്ന് വരും? സ്വർഗത്തിൽ നിന്ന്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? യേശു കല്ലറയിൽ ഒതുങ്ങിയില്ല, പുനരുദ്ധാനം ചെയ്തു. യേശുവിൻ്റെ പുനരുദ്ധാനമാണ് അവിടെ പറയാതെ പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ പുനരുദ്ധാനമാണ് അവിടെ എഴുതാതെ എഴുതിയിരിക്കുന്നത്. മാത്രമല്ല, പുനരുദ്ധാനം ചെയ്ത യേശുവിൻ്റെ ആത്മാവ് ഗതി കിട്ടാത്ത പ്രേതമായി ഭൂമിയുടെ അലയുകയായിരുന്നില്ല. 40 ദിവസം ഭൂമിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് യേശു സ്വർഗാരോഹണം ചെയ്തു. അപ്പോൾ ഫിലിപ്പിയ ലേഖനം 3:20 വാക്യം നമ്മുടെ പൗരത്വ സ്വർഗത്തിൽ അവിടെ നിന്ന് കർത്താവ് വരുമെന്ന് പറയാൻ കാരണം കർത്താവ് ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത്? ഈ 2 മഹത്തായ കാര്യമാണ് ക്രൈസ്തവ സഭയുടെ അടിസ്ഥാനം. ഈ 2 കാര്യം നടന്നതാണ് നമ്മൾ ക്രിസ്തുവിൽ വിശ്വാസത്തോടെ നിൽക്കുന്നത്. അവൻ ഉയർത്തതുപോലെ നമുക്കൊരു ഉയർപ്പുണ്ട്. അവൻ സ്വർഗത്തിലേക്ക് പോയതുപോലെ നമ്മൾ അവിടേക്ക് പോകും. ഇമ്പങ്ങളുടെ തീരത്ത് സ്വച്ഛ സ്ഫടിക തങ്ക തുല്യ നിർമ്മിത വീഥികളിൽ നമ്മൾ കർത്താവിനോട് ഒരുമിച്ച് അവിടെ ഉലാവും. ഹല്ലേലൂയ. എത്ര പ്രത്യാശയുടെ പാട്ടുകളെ കൊയർ നമുക്ക് നൽകിയത് ആ കർത്താവ്. ഹല്ലേലൂയ. സ്വർഗീയ ശില്പിയെ നാം കാണും. അവിടെ ചെന്ന് കർത്താവുമായിട്ട് ഒരുമിച്ച് നമ്മൾ ആമോദിക്കും, ആനന്ദിക്കും, ആഹ്ലാദിക്കും, ആഘോഷിക്കും. ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളെല്ലാം വിട്ട് കളഞ്ഞതിന് 1000 മടങ്ങ് നമുക്കവിടെ സന്തോഷിപ്പാൻ കഴിയും. ആ പ്രത്യാശ എത്ര പേർക്കുണ്ട് ഇന്ന് രാത്രിയിൽ? പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം. പാടണ്ട, സമയമില്ല. പാട്ടറിയാലോ? എന്ന പ്രത്യാശയാ പാട്ടിന്. യേശു മഹോന്നതനെ. പെന്തക്കോസ്ത് സഭയിൽ തമ്പേറിന് ഏറ്റവും കൂടുതൽ പരുക്ക് പറ്റിച്ച പാട്ടിതാണ്. അറിയാമോ? കുമ്പനാടുണ്ട് തമ്പേറിൻ്റെ ഹോൾസെയിൽ. കൊച്ചിയിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടോ സാറേ? കാണും. പിന്നെ തമ്പേർ പൊട്ടിയാൽ അതിനെ നന്നാക്കി എടുക്കുന്ന വർക്ക്ഷോപ്പ് കുമ്പനാട്ടുണ്ട്. കുമ്പനാട്ടിനും പോകുമ്പം ഒന്ന് സന്ദർശിക്കണം. ഒത്തിരി വർക്ക്ഷോപ്പുണ്ട്. സാറിനറിയാം, ബൈബിൾ വേൾഡ് അറിയാം. ഓക്കെ, അവിടെയുണ്ട് ഈ ഊർജ്ജശ്വാസം വലിച്ച് ICU കിടക്കുന്ന തമ്പേറുകൾ ഒത്തിരി ഉണ്ട്. 2 സൈഡും പൊട്ടി പൊളിഞ്ഞ് നാശമാക്കി വല്ലാതെ കിടക്കുന്ന തമ്പേറുണ്ട്. നമ്മളവിടെ ശാന്തമായിട്ട് ചെന്നിരുന്ന് ചോദിക്കണം, നിന്നെ ഈ പരുവത്തിലാക്കിയ പാട്ട് ഏതായിരുന്നു? തീർച്ചയായും പല തമ്പേറും പറയുന്നത് യേശു മഹോന്നതൻ എന്നുള്ള പാട്ടാണ്. എൻ്റെ പൊന്നുപദേശി അത് പാടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു സമാധാനവും ഇല്ല. പാപ്പച്ചാൻ എന്നെ തിരിച്ചു പിടിച്ച് നിർത്തി തച്ചിനങ്ങ് അടിക്കുകയാണ്. ആ അടിയുടെ ആഘാതം കൊണ്ട് ആ സഭ മുഴുവനും എന്തോ ചെയ്യും?
ആത്മാവിലാണ്. കാരണം പൊന്മണി മാല, ഇവിടെ മാലയൊക്കെ കളഞ്ഞിട്ടല്ലേ വിശ്വാസത്തിൽ വന്നത്. അപ്പോൾ അവിടെ മാല കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ ഉള്ള സന്തോഷം തമ്പേറിൻ്റെ പുറത്താണ് നമ്മളെ തീർക്കുന്നത്. മനസ്സിലായോ? യേശു മഹോന്നതനെ, മഹോന്നതനെ. എൻ്റെ ചോദ്യം ഫെയ്ത്ത് സിറ്റിയോട്, ഈ പാട്ട് എഴുതിയത് ആരാന്നറിയാമോ? ഫെയ്ത്ത് സിറ്റിക്ക് മാത്രമുള്ളൊരു മൗനമായത്. അതെനിക്കിഷ്ടമാണ്. രാവിലെ മുതൽ ഞാനത് ആസ്വദിക്കുക. എന്തെങ്കിലും ചോദിച്ചാലുള്ള ആ മൗനം. എന്നെ അച്ചടക്കമുള്ള കുട്ടികളാണെന്നറിയോ, ഒരു ബഹളവും ഇല്ല. ഓക്കെ. യേശു മഹോന്നതനെ, മഹോന്നത. പാട്ടുകാർക്ക് അറിയാമോ ആരെഴുതിയെന്ന്? ആരെഴുതി? പിരിച്ചുവിടാൻ നേരമായി. ഈ പാട്ട് എഴുതിയത് ആരാന്നറിയത്തില്ലെങ്കിൽ സ്തോത്രം. ശ്രദ്ധിച്ചോണം, ഞാൻ ഈ പറയുന്ന പാട്ടുകളെ ശ്രദ്ധിച്ചോണം. യേശു മഹോന്നതനെ, മഹോന്നതനെ വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു ഞാൻ. അതുപോലെ പാടും ഞാൻ പരമേശനു സതതം. അടുത്ത പാട്ട്, പരനെ നിന്നെ കാൺമാനെനിക്കധികം കൊതിയുണ്ടേ. കൃപയിൽ നിന്ന് തലകീപ്പാട് മൂക്കും കുത്തി തലേ പോയ ഒരു അച്ഛനുണ്ട്, ഒരു നല്ല പാസ്റ്റർ. പുനരാഗമനത്തിൻ്റെ വിഷയം മാത്രം പ്രസംഗിച്ച് ജനത്തെ മുൾമുനയിൽ നിർത്തുന്ന അഭിഷക്തനായ ഒരു ദൈവദാസൻ. ഈ പാട്ടുകളൊക്കെ അദ്ദേഹം എഴുതി. ആ പാട്ടിനകത്തെ ആത്മീയത, അതിനകത്തെ ക്രൈസ്തവ കാവ്യ ഭംഗി ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അക്ഷരാധികാരമില്ലാതിരുന്ന കാലത്ത്, കീർത്തനാധികാരവും സംഗീതാധികാരമൊന്നും സാധാരണക്കാരന് കൈവരാത്ത കാലത്ത്, സവർണ മേധാവിത്വത്തിന് മാത്രമേ അതുണ്ടായിരുന്നു, വരേണ്യവർഗത്തിന് മാത്രമേ അക്ഷരാധികാരം ഉണ്ടായിരുന്ന ആ കാലത്ത് അദ്ദേഹം എഴുതിയ പാട്ടുകളാണിത്. ആ പുള്ളിയുടെ പേര് മറക്കരുത്, പൊയ്കയിൽ യോഹന്നാച്ചൻ. കൃപയിൽ നിന്ന് പോയതാണ്. ഞാൻ പിതാവാം ദൈവത്തിൻ്റെ അവതാരമാണെന്ന കൾട്ട് രൂപീകരിച്ച് തൻ്റെ കൂടെ നിന്ന് ജനത്തെ ഇരുട്ടിലാക്കിയ മനുഷ്യൻ, അദ്ദേഹം കൃപയിൽ നിന്ന കാലത്ത് എഴുതിയ പാട്ടാണ് ഈ പാട്ടുകൾ. ഏതൊക്കെയാ? യേശു മഹോന്നതനെ, പിന്നെ പാടും ഞാൻ പരമേശ്വരന് സതതം എന്ന്, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു. നമ്മളിപ്പോഴും ആ പാട്ട് പാടുന്നുണ്ട്, പക്ഷേ എഴുതിയ പുള്ളി എന്തോ ചെയ്തു? കൃപയെന്ന് പോയി. അങ്ങനെ കുറേ പാട്ടുകൾക്ക് പാട്ട് വിചാരം പഠിക്കണം. ഓരോരുത്തരും പാട്ടുകൾ എഴുതിയത് ആരാണെന്ന് പഠിക്കണം. അതിൻ്റെ പിന്നിൽ ദൈവം ആ കാലത്ത് ഉപയോഗിച്ചത് ആരെയാണെന്ന് പഠിക്കണം. എന്നിട്ട് പാട്ടുകാരൻ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇത്ര ഗംഭീരമായ ആത്മീയത നിറഞ്ഞു മുറ്റി നിൽക്കുന്ന ഈ പാട്ടുകൾ എഴുതിയിട്ട് കൃപയിൽ നിന്ന് വീണുപോയി എന്ന് പറയുമ്പം നമ്മൾ വീഴാതിരിക്കാൻ നോക്കിക്കോണം. വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും. ഇതിലും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തവർ തലകീപ്പാട് പോയിട്ടുണ്ട്. നമ്മൾ നിൽക്കുകയല്ല, കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുകയാണ്. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി. അത് പാടിയാൽ പ്രായമുള്ളവർക്ക് ഭയങ്കര ആവേശമാണ്, കൂടെ പാടും, സമയം പോകും. ആ പാട്ട് എഴുതിയത് ആരാന്നറിയാമോ? കന്ദ താമസം എന്തഹോ വരുവാനേശു, കന്ദ താമസം എന്തഹോ. ഇതെല്ലാം എഴുതിയ ആളിൻ്റെ പേര് മറന്നു പോകരുത്, യൂസ്തോസ് ജോസഫ്, വിദ്വാൻ കുട്ടി അച്ഛൻ. കൃപയിൽ നിന്ന കാലത്ത് എഴുതിയതാണ്. ബ്രാഹ്മണരാ, പാലക്കാടൻ പട്ടരായിരുന്നു. പക്ഷേ കൃപയിൽ നിന്ന് പോയി അദ്ദേഹം വേറെ കൾട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി, അങ്ങനെ അങ്ങ് വഴിമാറിപ്പോയി. എഴുതി ഒത്തിരി പാട്ടുകളുണ്ട് അദ്ദേഹത്തിൻ്റെ. ആ പാട്ടൊക്കെ നമ്മളിപ്പോഴും പാടാറുണ്ട്. പാട്ട് എഴുതിയ പുള്ളി കൃപയിൽ നിന്ന് പോയെങ്കിലും ആ പാട്ടിൻ്റെ കൃപ ഇന്ന് വരെ നഷ്ടപ്പെട്ടിട്ടില്ല. സ്തോത്രം. ഓക്കെ, ഇതൊരു സ്പെഷ്യൽ അറിവെന്ന നിലയിൽ നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ചെന്ന് കയറാൻ പോകുന്ന ആ സ്വർഗപുരി, ഇമ്പങ്ങളുടെ തീരം, അതെത്ര മനോഹരമാണെന്നറിയാമോ? എത്ര ചാരുതയാർന്നതാണെന്നറിയാമോ? ഇവിടെ വയർത്ത്, ഇവിടെ വിശന്ന്, ഇവിടെ ക്ഷീണിച്ച്, ആക്ഷേപിക്കപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ടൊക്കെ നമ്മൾ ആയിരുന്നു. പക്ഷേ അപമാനവും ആക്ഷേപവും കരച്ചിലും മുറവിളിയും ഒന്നുമില്ലാത്ത ഒരിടത്തേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകും. അത് ഏറ്റവും, അതാണ് സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ നമ്മളെ അവിടേക്ക് കൊണ്ടുപോകാനാണ്. അപ്പം യേശു എവിടുന്നാണ് വരുന്നേ? സ്വർഗത്തിൽ നിന്നാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഉയർത്തെഴുന്നേൽപ്പും പിന്നെ സ്വർഗാരോഹണവുമാണ് എന്ന വസ്തുത അറിയണം. പക്ഷേ അവിടെ അടിക്കുറിപ്പായിട്ട് ഒരു ചിന്ത കൂടെ ഞാൻ തരാം. നമ്മുടെ പൗരത്വം എവിടെ? സ്വർഗത്തിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പൗരത്വം. നമുക്ക് 2 പൗരത്വമുണ്ട്. അമ്മ നമ്മളെ മണ്ണിൽ ജനിപ്പിച്ചത് കൊണ്ട് ഈ മണ്ണിൻ്റെ പൗരത്വം, ആത്മാവ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് കൊണ്ട് സ്വർഗീയ പൗരത്വം. അപ്പോൾ എത്ര പൗരത്വമുണ്ട്? 2 പൗരത്വമുണ്ട്. ഒന്നുകൂടെ പറയാം, യൂത്ത്സ് ഒക്കെ ശ്രദ്ധിച്ചോണം. അമ്മ നമ്മളെ ഈ മണ്ണിൽ ജനിപ്പിച്ചു, മാതാപിതാക്കൾ നമ്മളെ ഇവിടെ ജനിപ്പിച്ചു, അതുകൊണ്ട് ഈ മണ്ണിൻ്റെ പൗരത്വം. ആത്മാവിനാൽ നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ടു, അതുകൊണ്ട് എവിടുത്തെ പൗരത്വം? സ്വർഗത്തിലെ പൗരത്വം. ഇനി ശ്രദ്ധിക്കും, അടുത്ത വാചകം. 2 പൗരത്വം ഉള്ളത് കൊണ്ട് 2 കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. മനസ്സിലായോ? ഒന്നാമത്തെ ഭരണഘടന രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. രണ്ടാമത്തേതേതാ? സ്വർഗീയ ഭരണഘടന, അതാണ് വിശുദ്ധ വചനം. ഇത് 2ഉം നാം പാലിച്ചേ പറ്റൂ.
അവരാണ് ഉത്തമ പൗരബോധമുള്ളവർ. മനസ്സിലായോ? കൃപയിലാണ്, പാസ്റ്ററാണ്, ആത്മാവിലങ്ങ് ജ്വലിച്ച് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് രാജ്യത്തിൻ്റെ നിയമം തെറ്റിക്കരുത്. രാജ്യത്തിൻ്റെ നിയമം തെറ്റിക്കാതെ അതിനെ അതിൻ്റെ തനിമയോടെ സൂക്ഷിക്കണം. മനസ്സിലായില്ലേ? ഓക്കെ. ഞാൻ താമസിക്കുന്ന ജംഗ്ഷന് ഒരു ദിവസം അത്യാവശ്യം ഒരു സാധനം വാങ്ങിക്കാനായിട്ട് കവലയിലോട്ട് ഇറങ്ങിയതാണ്. അവിടെ ഭയങ്കര പോലീസ് ഫോഴ്സ്. കുമളിയിൽ നിന്ന് ഇങ്ങനെ സ്പിരിറ്റ് വരുന്നെന്ന് കണ്ടൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് പോലീസ് എല്ലാം കൂടെ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുക. നടന്നു പോകുന്നവരെ കൂടെ പരിശോധിക്കുക. മത്തി വാങ്ങിച്ച കവറിനകത്ത് തൂക്കി പിടിച്ചുകൊണ്ട് പോകുന്നവരുടെ കവറും കൂടെ പരിശോധിച്ച് വിടുകയാണ്. വണ്ടിയെല്ലാം തടഞ്ഞു നിർത്തി പരിശോധിക്കുക. ഇതൊന്നും അറിയാതെ 2 പാസ്റ്റർമാർ ബൈക്കിൽ ഇങ്ങനെ പാഞ്ഞ് വളവ് തിരിഞ്ഞങ്ങോട്ട്, നല്ലൊരു വളവാണ് ഞങ്ങളുടെ ജംഗ്ഷൻ, വളവ് തിരിഞ്ഞങ്ങോട്ട് വന്നപ്പോൾ പോലീസ് കൈ കാണിച്ചു, കൊണ്ട് ചവിട്ടി ഉരച്ച് നിർത്തി. പോലീസ് ചോദിച്ചു, 2 പേർക്ക് ഹെൽമെറ്റ് ഇല്ലല്ലോ? സാറേ പെട്ടെന്ന് വന്നതാ. ചളുങ്ങി ചുളുങ്ങി അവിടെ നിന്ന് അങ്ങ് വല്ലാതെ അങ്ങ് പുഴുങ്ങുക. അപ്പോൾ വെള്ള ഉടുപ്പും കറുത്ത ഫാൻസും കണ്ടോ? അതാണല്ലോ നമ്മുടെ യൂണിഫോം മൊത്തത്തിൽ. അത് കണ്ടപ്പോഴേ പറഞ്ഞു, പാസ്റ്റർമാരല്ലേ? ആ പാസ്റ്റർമാരാ അല്ലേ എന്ന് ചോദിച്ചപ്പം ഇവരോർത്തു ഒരു കരുണ ഉണ്ടാകും, പോക്കോളം പറയുമെന്നാണ്. അപ്പോൾ പോലീസ് പറഞ്ഞു, പാസ്റ്റർമാരല്ലേ? അതെ. പാസ്റ്റർമാരിങ്ങനെ നിയമം ലംഘിക്കാൻ പറ്റുമോ? അവിടെ നിൽക്കുക, ഞാൻ SIയോട് ചോദിക്കട്ടെ. അപ്പോൾ SI റോഡിൻ്റെ അങ്ങേ സൈഡിൽ നിൽക്കുക. അപ്പോൾ SI ഇങ്ങോട്ട് നോക്കിയിട്ട് ഈ സംസാരമൊക്കെ എന്താ അവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പോലീസുകാരൻ SIയോട് പറയുകയാണ്, അപ്പോൾ ഞങ്ങളതിൻ്റെ തൊട്ടടുത്ത കടയിൽ ഇങ്ങനെ നിൽക്കുക, ഞാനും വേറെ 1-2 എൻ്റെ സുഹൃത്തുക്കളെ ദൈവദാസന്മാരും കൂടെ നിൽക്കുക. എന്താ അവിടെ SIയുടെ ചോദ്യം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, സാറേ 2 പാസ്റ്റർമാരാണ്, ഹെൽമെറ്റും ഇല്ല, വണ്ടിക്ക് ബുക്കും പേപ്പറും ഇല്ല, എന്തോ വേണം? അപ്പോൾ കവലയിലുള്ള മുഴുവൻ ആളുകളും SIയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി അദ്ദേഹം പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. അദ്ദേഹം ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർമാരാണോ? അതെ. ആ ചോദ്യം കേട്ടപ്പോൾ ഞങ്ങളെല്ലാം എന്നാൽ പൊക്കോളം പറയാമെന്നായിരിക്കുക. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, പാസ്റ്റർമാരാണോ? അതെ. പാസ്റ്റർമാർ ലോകത്തെ നന്നാക്കാൻ നടക്കുന്ന, അവർ നന്നാകത്തില്ല, വിട്ടേക്കാൻ. മനസ്സിലായോ? പാസ്റ്റർമാർ എന്തോ ചെയ്യുന്നവരാ? ലോകത്തെ നന്നാക്കാൻ നടക്കുന്ന, അവർ നന്നാകത്തില്ല, അവരെ വിട്ടേരെ, ഫൈനൊന്നും വാങ്ങിക്കണ്ടെന്നാണ് പുള്ളി പറയുന്നത്. ഞാനൊരു പാസ്റ്ററാണ്, നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. ഭൂമി പളർന്ന് ഞാനും താണു പോകുന്ന പോലെ എനിക്ക് തോന്നിപ്പോയി. പിന്നെ ജംഗ്ഷനിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വരെ വരാൻ ഞാൻ പെട്ട പാട്. നമ്മൾക്ക് പൗരത്വമുണ്ട്, ഈ നാടിൻ്റെ പൗരത്വം. ബെൽറ്റ് ഇടണം എന്ന് പറഞ്ഞാൽ ബെൽറ്റ് ഇടണം, ഹെൽമെറ്റ് വെക്കണം എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് വെക്കണം, ഇൻഷുറൻസ് അടയ്ക്കണം, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വണ്ടിക്ക് ഉണ്ടായിരിക്കണം. പോലീസ് കൊണ്ട് നിർത്തുമ്പോൾ ചളുങ്ങി ഒരുമാതിരി നിന്ന് നിരങ്ങരുത്. അഭിമാനത്തോടെ കാര്യങ്ങൾ നിയമപരമായിട്ടാണ് ഞാൻ പോകുന്നതെന്നുള്ളത് തെളിയിക്കാൻ പറ്റും. ടാക്സ് അടക്കമുള്ള സകല കാര്യങ്ങളും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ മുമ്പാകെ, പോലീസ് ഉദ്യോഗസ്ഥരുടെ മുമ്പാകെ ദൈവമക്കൾ നിന്ന് ചളുങ്ങരുതെന്നാണ് ഞാൻ പറഞ്ഞത്. പൗരബോധം. പുനരാഗമനം കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതൊക്കെ എന്തിനാ പറയുന്നതെന്നാ? ഇതും കൂടെ ഉണ്ടെങ്കിൽ കയറിപ്പോക്ക് നടക്കത്തുള്ളൂ. ഇവിടുത്തെ നേതാക്കന്മാരുടെ മുമ്പിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ നിയമവിരുദ്ധമായ നടപടി, ഒന്ന് റോമാലേഖനം 13-ാം അധ്യായം പഠിക്കണം. ദ ഓർഡിനൻസ് ഓഫ് ഗോഡ്, അതാണ് റോമർ 13. ദ ഓർഡിനൻസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ നിയമങ്ങളുടെ മുമ്പിൽ, ദൈവം വെച്ച നിയമങ്ങളുടെ മുമ്പിൽ നമ്മുടെ വിധേയത്വം, നമ്മുടെ അനുസരണം ദൈവത്തിന് പ്രസാദമാകുമാറ്. മൂർഖന്മാരാണ് നമ്മുടെ ഭരണാധിപന്മാരെങ്കിൽ പോലും വിധേയപ്പെട്ട് നിന്നേ പറ്റുള്ളൂ. നമുക്ക് പിക്കറ്റിങ്ങോ ഹർത്താലോ കരിങ്കൊടി പ്രകടനമോ മന്ത്രിയെ വഴിയിൽ തടയലോ മുദ്രാവാക്യം വിളിക്കലോ സെക്രട്ടേറിയറ്റ് വളയലോ നിയമസഭ ഉപരോധിക്കലോ ഒന്നുമില്ല. ഏത് നിയമം വന്നാലും സഹനത്തോടെ ത്യാഗത്തോടെ നിൽക്കാനേ പറ്റുള്ളൂ. കാരണം ഈ നേതാക്കന്മാർക്കെല്ലാം മീതെ മഹാദൈവം ഒരുവനുണ്ട്, നാളെ നീതിയോടെ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ. പക്ഷേ അവരുടെ മുമ്പിൽ നിയമവിരുദ്ധമായി ഒരു കാര്യത്തിലും ഏർപ്പെടരുത് എന്ന് യൂത്ത്സിനൊരു വാർണിംഗും കൂടെ നൽകുക. ചുമ്മാ ബൈക്ക് എടുത്തുകൊണ്ട് ഇതിലെ പറക്കൊന്നും ചെയ്യരുത്, പെൺപിള്ളേരും ആൺപിള്ളേരും ഒക്കെ. മനസ്സിലായില്ലേ? വണ്ടിയുടെ പേപ്പേഴ്സ് എല്ലാം കറക്റ്റായിരിക്കണം, നിങ്ങളുടെ ലൈസൻസ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിരിക്കണം. എല്ലാ മേഖലകളിലും അത് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റണം. സ്തോത്രം ചെയ്ത കരങ്ങൾ ഉയർത്തി. അപ്പോൾ പൗരത്വം നമുക്ക് സ്വർഗത്തിലും ഇവിടെയുമുണ്ട്. ഇത് രണ്ടും നന്നായി പാലിക്കാൻ പറ്റണം. മുൻപോട്ട് വേഗം പോകാൻ നമുക്ക്. എവിടെ നിന്ന് വരുന്നു? സ്വർഗത്തിൽ നിന്ന് വരുന്നു. അടുത്തത് വളരെ ഗൗരവമായ അടുത്ത ചിന്തയിലേക്ക് വരാം. എങ്ങനെയാണ് കർത്താവ് വരുന്നത്? എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. എങ്ങനെ വരും? അതാണ് ഇനി ചിന്തിക്കാനായി പോവുക. ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ അതിൽ 3 കാര്യങ്ങൾ, യേശുവിൻ്റെ വരവിൻ്റെ രീതിയെക്കുറിച്ച് 3 കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് 3 വിലപ്പെട്ട ആത്മീയ ഉപദേശങ്ങൾ യോഗ്യതയായി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ആ 3 കാര്യങ്ങളെ പഠിച്ചുകൊള്ളണം. എങ്ങനെയാണ് കർത്താവ് വരുന്നതെന്നറിയാമോ? 1, മണവാളനായി വരും. 2, യജമാനനായി വരും.
3 കള്ളനെ പോലെ വരും. മനസ്സിലായല്ലോ? 3 കാര്യങ്ങൾ. എങ്ങനെയൊക്കെയാ പറഞ്ഞേ? 1 ആരായിട്ട്? മണവാളനായി വരുമെന്നുള്ളതിന് നേരെ വാക്യം എഴുതിക്കോണം. 2 കൊരിന്ത്യർ 11:2 വാക്യം. ക്രിസ്തുവെന്ന ഏകപുരുഷന് ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മളോട് വിവാഹ നിശ്ചയം ചെയ്ത അരുമ മണവാളനാണ് നമ്മുടെ കർത്താവ്. മണവാളനായിട്ടാണ് കർത്താവ് വരാൻ പോകുന്നത്. 2 കൊരിന്ത്യർ 11:2 വാക്യം. സർപ്പം ഉപായത്താൽ ഹവ്വായെ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ മനസ്സെന്തോ ചെയ്യരുത്. വിവാഹ നിശ്ചയം നമ്മോട് ചെയ്തിരിക്കുന്ന ഏക പുരുഷൻ. ദൈവദാസന്മാർക്ക് ഒരു പ്രസംഗം തയ്യാറാക്കാൻ ഞാനൊരു പ്രയോഗം തരാം. ഏക പുരുഷനോടുള്ള ഏകാഗ്രത സഭയെ പഠിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. ഏക പുരുഷനോടുള്ള ഏകാഗ്രത. ദൈവദാസിമാരും അത് ചിന്തിക്കണം. ഏക പുരുഷനോടുള്ള ഏകാഗ്രത. ദാമ്പത്യ ജീവിതത്തിൻ്റെ ഉപദേശങ്ങളെ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ സഭാജീവിതം എങ്ങനെയായിരിക്കണം? സുതാര്യവും സുദൃഢവും സുശക്തവുമായ ദൈവപ്രസാദ യോഗ്യമായ കുടുംബജീവിതം, ദൈവപ്രസാദ യോഗ്യമായ സഭാജീവിതം, ഇതിനെല്ലാം ഉതകുന്ന ഒരൊറ്റ പ്രയോഗമാണ് ഏകപുരുഷനോടുള്ള ഏകാഗ്രത. ബഹുപുരുഷന്മാരോടല്ല, ഏകപുരുഷൻ. ആ ഏകപുരുഷൻ നമ്മുടെ കർത്താവാണ്. അതിനകത്ത് ദാമ്പത്തിക ദർശനമുണ്ട്, സഭാ ദർശനമുണ്ട്. അതുകൊണ്ട് ആ പ്രയോഗം മറക്കരുത്. ഏകപുരുഷനോടുള്ള ഏകാഗ്രത. ഓക്കെ, അപ്പോൾ മണവാളനായിട്ടാണ് കർത്താവ് വരാൻ പോകുന്നത്. സമ്മതിച്ചോ? ആരായിട്ടാണ് വരാൻ പോകുന്നത്? മണവാളനായിട്ടാണ് വരാൻ പോകുന്നത്. കർത്താവ് മണവാളനാണെങ്കിൽ നമ്മൾ ആരാന്നറിയാവോ? മണവാട്ടിയാണ്. നമ്മൾ മണവാട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മണവാളൻ നമ്മിൽ പ്രതീക്ഷിക്കുന്നത് എന്താണെന്നറിയാമോ? സാമ്പത്തികമല്ല, സ്ത്രീ ധനം അല്ല. കർത്താവ് നമ്മിൽ പ്രതീക്ഷിക്കുന്ന ഏറ്റവും മഹത്തായ കാര്യം വിശുദ്ധിയാണ്. എന്തോ പ്രതീക്ഷിക്കുന്നേ? വിശുദ്ധിയാണ്. വിശുദ്ധി. മനസ്സിലായോ? നമുക്ക് വേണ്ടത് വിശുദ്ധിയാണ്. വിശുദ്ധി എന്നുള്ള പ്രയോഗത്തെ ഞാൻ തിരികെ എടുക്കുന്നു. പകരം മറ്റൊരു പദം തരാം. വിശുദ്ധിയുടെ തികവാണ് വേണ്ടത്. വിശുദ്ധിയിൽ നമ്മൾ എന്തോ ചെയ്യണം? തികയണം. മലയാളിക്ക് മറക്കാനാവാത്തൊരു പാട്ടാണത്. ഏതാ? വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക. ആരെഴുതിയ പാട്ടത്? പാട്ട് മിണ്ടിപ്പോയാൽ ഞാൻ ചോദിക്കും ആരെഴുതിയതാണ്. പാട്ടെഴുതിയത് ആരാന്നുള്ളത് അറിയണം ദൈവമക്കൾ. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കുക എന്നുള്ളത് സകല മലയാളികളും പാടുന്ന പാട്ടാണല്ലോ. ആരെഴുതിയ പാട്ടത്? മുട്ടം ഗീവർഗീസ്. മുട്ടം കള്ളവാത്, മുട്ടവല്ലവർ എഴുതിയത്. വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കാന്നുള്ള പാട്ട് മുമ്പേ കൊയർ പാടിയ പാട്ടുണ്ടല്ലോ. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി. വേട്ടമല ഫിലിപ്പോസ് ഉപദേശി എഴുതിയ പാട്ടാണ്. വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കുക. വാഴിഞ്ഞാൻ രക്ഷിതാവിന് കൂടെ എപ്പോഴും ക്രിസ്ത്യ ജീവിതം സൗഭാഗ്യ ജീവിതം. എൻ പ്രിയ രക്ഷകൻ. ഈ പാട്ടുകളെല്ലാം അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ്. വേട്ടമല ഫിലിപ്പോസ് ഉപദേശിയുടെ പാട്ടാണ്. ആ പാട്ടിന് അദ്ദേഹം ആദ്യത്തെ വരി ഒരു വാക്യത്തിൽ നിന്ന് കടം കൊണ്ടതാണ്. വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ആ വാക്യം ഏതാ? തിരിച്ചു മറിച്ചും ചോദ്യം കൊണ്ട് ഞങ്ങളെ അങ്ങ് ബുദ്ധിമുട്ടിക്കുകയാണ് അല്ലേ? ഓക്കെ, വേട്ടമല ഫിലിപ്പോസ് ഉപദേശിച്ച ഒരു വാക്യത്തിൽ നിന്ന് കടം കൊണ്ട വരിയാണ് വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി. 31,173 വാക്യങ്ങളുള്ള വിശുദ്ധ ബൈബിളിൽ വിശുദ്ധിയെ തികയ്ക്കുക എന്നൊരൊറ്റ വാക്യമേ ഉള്ളൂ. 2 കൊരിന്ത്യർ 7:1 വാക്യം. ജഡത്തിലെയും ആത്മാവിലെയും സകല കൺമഷവും പോക്കി നാം ദൈവഭയത്തിൽ വിശുദ്ധി എന്തോ ചെയ്യണം? തികയ്ക്കണം. വിശുദ്ധിയെ തികയ്ക്കണം. അപ്പോൾ കർത്താവ് മണവാളനാണ്, നമ്മൾ മണവാട്ടിയാണ്. നമുക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ യോഗ്യത എന്തുവാണെന്നറിയാമോ? വിശുദ്ധിയുടെ തികവാണെന്നറിയണം. വിശുദ്ധിയുടെ തികവെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേട്ടോണം. യൂത്ത്സ് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെയുള്ള ശരീരത്തിൻ്റെ വ്യവസ്ഥിതികൾ ദൈവപ്രസാദമാകണം. അതാണ് മണവാട്ടിയുടെ ഏറ്റവും വലിയ യോഗ്യത. അവിഹിതമായ ഒരു കഴിപ്പും കുടിപ്പും, അവിഹിതമായ ഒരു സ്പർശനം ഉണ്ടാകരുത്. അവിഹിതമായിരിക്കുന്ന ഒരു ബന്ധവും പാടില്ല. മുട്ടലും തട്ടലും ഉരുമലും ഒരയലും ചായലും ചരിയലും എല്ലാം ദൈവത്തിന് പ്രസാദമാകണം. അല്ലാത്ത ഒരിടപാടിനും പോകാതെ ശരീരത്തെ സംശുദ്ധമായി കാക്കുന്നവർക്ക് മാത്രമേ മണവാട്ടി പദമുള്ളൂ. കർത്താവ് മണവാളനായി വെളിപ്പെടുന്നത് മണവാട്ടിയെ ചേർക്കാനാ. എങ്ങനെയുള്ള മണവാട്ടി? നിർമ്മല കന്യക. നിർമ്മല കന്യക എന്ന പ്രയോഗമാണ് 2 കൊരിന്ത്യർ ലേഖനം 11 അധ്യായത്തിൽ നമ്മൾ കണ്ടത്. നിർമ്മല കന്യക. മനസ്സിലായോ? ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ നിർത്തേണ്ടതിനെന്നുള്ളത് എഫെസ്യ ലേഖനം 5:26-27 വാക്യമാണ്. പക്ഷേ 2 കൊരിന്ത്യർ 11:2-3 നിർമ്മല കന്യക എന്ന പ്രയോഗം. അവിടെ ഒരു ചിന്ത ഞാൻ പറയാം, ശ്രദ്ധിച്ചോണം. മഹാപുരോഹിതൻ വിവാഹം കഴിക്കേണ്ടത് ലേവി ഗോത്രത്തിൽ നിന്ന് മാത്രമായിരിക്കണം. രൂബേൻ ഗോത്രത്തിലോ ശിമിയൻ ഗോത്രത്തിലോ മൊഞ്ചുള്ള പെൺകുട്ടിയുണ്ട്, എനിക്കതിനെ മതിയെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. മഹാപുരോഹിതൻ ലേവി ഗോത്രത്തിലെ ആയതുകൊണ്ട് അദ്ദേഹം വിവാഹം കഴിക്കേണ്ടത് എവിടെ നിന്നായിരിക്കണം? ലേവി ഗോത്രത്തിൽ നിന്ന് മാത്രമായിരിക്കണം. അടുത്ത നിബന്ധന എന്താണെന്നറിയാമോ? കെട്ടി ഒഴിഞ്ഞവളയാകാൻ പാടില്ല, ദുർനടപ്പുകാരിയാകാൻ പാടില്ല, എന്തെങ്കിലും വൈകല്യമുള്ളവളയാകാൻ പാടില്ല, അന്യഗോത്രത്തിൽ നിന്നാകാൻ പാടില്ല, ജാതികളിൽ നിന്നൊട്ടുമാകാൻ പാടില്ല.
ഇതൊക്കെ മഹാപുരോഹിതന്റെ വിവാഹ നിയമ ചട്ടങ്ങളാണ്. ലേവ്യ 21 അധ്യായത്തിൽ അത് കാണാൻ കഴിയുന്നുണ്ട്. ലേവ്യ 21 പിന്നെ പഠിച്ചു നോക്കിയാൽ അറിയാം. മഹാപുരോഹിതൻ വിവാഹം കഴിക്കേണ്ടത് ആരെയാണെന്ന് പരാമർശിച്ചിരിക്കുന്ന ഒരു അധ്യായമാണ് ലേവ്യ 21. അപ്പോൾ ദുർനടപ്പുകാരി പാടില്ല, മറ്റു ഗോത്രത്തിൽ നിന്നാകരുത്, അങ്ങനെ ഒത്തിരി നിബന്ധനകൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എടുത്തു പറയുന്നു, ലേവി കന്യകയെ വിവാഹം കഴിക്കണം. ആരെ വിവാഹം കഴിക്കണം? ലേവി കന്യകയെ. പക്ഷേ സഭയുമായി, എക്ലീഷ്യയുമായി എന്ന് പറഞ്ഞാൽ നമ്മളുമായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവൻ മഹാപുരോഹിതനല്ല. മഹാപുരോഹിതനല്ല, പിന്നാരാ? ശ്രേഷ്ഠ മഹാപുരോഹിതനാ. പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, പാപികളോട് വീടിട്ടവൻ, ആകാശത്തിൽ കൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. മഹാപുരോഹിതന് കന്യകയെ മതി, പക്ഷേ ശ്രേഷ്ഠ മഹാപുരോഹിതന് കന്യകയെ പോരാ, നിർമ്മല കന്യക വേണം. എത്ര പേർക്ക് ആശയം മനസ്സിലാകുന്നുണ്ട്? നിർമ്മല കന്യക. ആ നിർമ്മലത്വത്തിലേക്ക് നമ്മളെ ഒരുക്കിയെടുക്കുന്ന ദിനങ്ങളാണ് ഈ 3 ദിനങ്ങൾ. ആ ഒരുക്കത്തിന് വേണ്ടി വിധേയപ്പെട്ടവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നിർമ്മല കന്യകാത്വം നിലനിർത്തേണ്ടതിന് സ്വഭാവത്തിലും ഇന്ദ്രിയ വ്യവസ്ഥിതികളിലും മനസ്സിലും മനസാക്ഷിയിലും, മനസ്സിലായി, ശരീരത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും ഒരു ദോഷവുമില്ലാതെ നമുക്ക് നമ്മെ തന്നെ കാക്കാൻ കഴിയണം. ഒരു 3 ചിന്ത ഞാൻ അതുമായി ബന്ധപ്പെട്ട് അനുബന്ധമായി തരാം, കുറിച്ചോണം. ഈ വിശുദ്ധിയുടെ തികവ് എന്ന് പറഞ്ഞാൽ പാട്ടും പ്രാർത്ഥനയും സ്തോത്രകാഴ്ചയും മാത്രമല്ല. പിന്നെന്താണ് വിശുദ്ധിയുടെ തികവ് എന്ന് പറയുന്നത്? 1, ആത്മാവിൽ കന്മഷമില്ലാതിരിക്കുക. ആത്മാവിൽ എന്തോ പാടില്ല? കന്മഷം. കൺവെൻഷനല്ല, പിന്നെന്തോ? കന്മഷം എന്ന് പറഞ്ഞാൽ അശുദ്ധി, അഴുക്ക്. നമ്മുടെ ആത്മാവിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ടതായിരിക്കുന്ന ചില വിരോധം, വിദ്വേഷം, വിഭാഗികത, കുശുമ്പ്, അസൂയ, സ്വാർത്ഥത, സ്പർദ്ധ, ഇതെല്ലാം നമ്മുടെ ആത്മാവിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പരിശുദ്ധാത്മാവിലല്ല, നമ്മുടെ അന്തരാത്മാവിൽ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് സൂര്യൻ ഉദിക്കുന്നിടം വരെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അതിന് മുമ്പേ എന്തോ ചെയ്യണം? അതിനെ കളയണം. അല്ലെങ്കിൽ അത് നമ്മുടെ ആത്മാവിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടും. പിന്നെ അത് മാറത്തില്ല, അത് അങ്ങനെ അങ്ങിരിക്കും. ഒരിക്കലും പിന്നെ യോജിച്ചു പോകാൻ പറ്റത്തില്ല. ഇന്നലെ കേട്ടില്ലേ, കൊലപാതകത്തെക്കുറിച്ച് കേട്ടല്ലോ. ഞാനും കൊലപാതകയായിരുന്നു. എങ്ങനെ? എൻ്റെ സഹോദരൻ നിസാര എന്ന് പറഞ്ഞപ്പോൾ, മൂഢ എന്ന് പറഞ്ഞപ്പോൾ ഞാനും ആരായിപ്പോയി? കൊലപാതകയായി മാറി. ആ ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞു. ആഴത്തിൽ കുഴിച്ചിട്ട മൃതശരീരവുമായി പിന്നെ നമുക്ക് ബന്ധമില്ലാത്തതുപോലെ കോപം, ഈർഷ്യ, പക, പിണക്കം, ധാർഷ്ട്യം, ധിക്കാരം, താൻപോരിമ, അഹങ്കാരവുമൊക്കെയായി നമ്മൾ പോയപ്പോൾ ഏതൊക്കെയോ ബന്ധങ്ങൾ നമ്മിൽ നകന്നുപോയെങ്കിൽ നമ്മൾ കൊലപാതകരുടെ പട്ടികയിലാണ്. അത് നമ്മുടെ ആത്മാവിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട പാപമാണ്. അതാണ് കന്മഷം എന്ന് പറയുന്നത്. അപ്പോൾ 1, ആത്മാവിൽ എന്തോ പാടില്ല? കന്മഷം. 2, ദേഹിയിൽ അശുദ്ധ വിചാരങ്ങൾ പാടില്ല. ദേഹി മണ്ഡലത്തിൽ അശുദ്ധ വിചാരങ്ങൾ, തിന്മയുടെ വിചാരങ്ങൾ പാടില്ല. വാട്സപ്പും യൂട്യൂബും ഫേസ്ബുക്കും ട്വിറ്ററും അതും ഇതുമെല്ലാം കൂടെ തോണ്ടി ഇരുന്ന് കാണുന്ന വികല ചിത്രങ്ങൾ, വികലമായ വീഡിയോകൾ, വികല സന്ദേശങ്ങൾ, നമ്മുടെ വിരലുകൾ സ്വരുക്കൂട്ടുന്ന അക്ഷരക്കൂട്ടുകളിൽ അടക്കം ചെയ്തിട്ടുള്ള ലൈംഗികതയുടെ ആഭാസത്തരങ്ങളുടെ വാക്കുകളും ദ്വയാർത്ഥ പ്രയോഗങ്ങളുമെല്ലാം നമ്മുടെ മനസ്സിനെ വികലമാക്കി മാറ്റും. അങ്ങനെ മനസ്സിൽ ഒരു കാരണവശാലും അനാത്മിക ചിന്താഗതികൾ പാടില്ല. ഈ ആത്മാവിൽ കന്മഷം പാടില്ല എന്നുള്ളതിൻ്റെ വാക്യമാണ് 2 കൊരിന്ത്യർ 7:1 വാക്യം. കന്മഷമില്ലാതിരിക്കണം. ദേഹിയിൽ അശുദ്ധ വിചാരങ്ങൾ പാടില്ലെന്നുള്ളതിൻ്റെ വാക്യമാണ് 2 കൊരിന്ത്യർ 10:5-6 വാക്യങ്ങൾ. ദൈവവചനത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന സകല സങ്കല്പങ്ങളെയും ഏത് വിചാരങ്ങളെയും ഞങ്ങൾ ക്രിസ്തുവിനോടുള്ള അനുസരണ ഹേതുവായി എന്തോ ചെയ്യുന്നു? പിടിച്ച് അടക്കുന്നു. ഞങ്ങളുടെ ദേഹിയിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല എന്നാണ്. കാരണം എന്താണെന്നറിയാമോ? കർത്താവ് വരും. ആ കർത്താവിനോടൊപ്പം എനിക്ക് കയറിപ്പോകണം. എൻ്റെ ദേഹി മണ്ഡലം അശുദ്ധമാകാൻ ഞാൻ അനുവദിക്കയില്ല എന്നതാണ്. അടുത്തത്, ദേഹത്തിൽ അന്ധകാരം പാടില്ല. ദേഹത്തിൽ എന്തോ പാടില്ല? നമ്മുടെ ശരീരമുണ്ടല്ലോ, അതാണ് ദേഹമണ്ഡലം. അതിനകത്ത് അന്ധകാരം പാടില്ല. എവിടെയാ വാക്യം? ലൂക്കോസ് 11:36. ലൂക്കോസ് 11:36. നിങ്ങളുടെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതിരുന്നാൽ വിളക്ക് പ്രകാശം കൊണ്ട് തെളിമയോടെ കത്തുന്നത് പോലെ നിങ്ങളുടെ ശരീരം പ്രകാശിതമായിരിക്കും. അപ്പൊ ദേഹത്തിൽ എന്തോ പാടില്ല? കമോൺ പറഞ്ഞേ, ദേഹത്തിൽ എന്തോ പാടില്ല? അന്ധകാരം പാടില്ല. അന്ധകാരം സമഭാവമാണ്. അന്ധകാരത്തിൻ്റെ ഒരംശവും നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. വെളിച്ചം കുറേ ഭാഗങ്ങളിൽ മാത്രമുണ്ടായ പോരാ, മൊത്തം വെളിച്ചമാകണം. 1 യോഹന്നാൻ 1:5 പറയുന്നത് ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഇരുട്ടൊട്ടുമില്ലാത്തൊരു വെളിച്ചമാണ് നമ്മുടെ കർത്താവ്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ജീവിതത്തിൽ ഒരു ഇരുട്ടുമില്ലാത്തൊരു കർത്താവിനെ മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ ദേഹം ഇരുട്ടില്ലാതെ പോകണം.
കുഞ്ഞുങ്ങളോട് എല്ലാം ഞാൻ പറയും, യൂത്ത്സിനോട് പറയാം. എൻ്റെ മൂത്ത മോന് 30 വയസ്സുണ്ട്. 30 മുതൽ താഴോട്ടുള്ള എല്ലാവരും എൻ്റെ മക്കളുടെ പ്രായമാണ്. അതുകൊണ്ട് പിതൃതുല്യമായി ഞാൻ പറയാം, ശരീരത്തിൽ യാതൊരു അനാത്മികതയുടെ ഇരുട്ടും വരരുത്. ശരീരത്തിൽ യാതൊരു പാപത്തിൻ്റെ ദംശനവും ഉണ്ടാകരുത്. ശരീരം സംശുദ്ധമാകണം, പവിത്രമാകണം, പരിപാവനമാകണം, അനന്യമാകണം, നീതിയാകണം, വചനാധിഷ്ഠിതമാകണം, ദൈവപ്രസാദ യോഗ്യമാകണം, ക്രിസ്തു കേന്ദ്രീകൃതമാകണം, ആത്മനിയോഗിതമാകണം. ഈ ശരീരം എപ്പോഴും പുനരാഗമനത്തിന് വേണ്ടി കാംക്ഷയോടെ കാത്തിരിക്കണം. ഇത് മണ്ണിൽ ഉപേക്ഷിച്ച് പോകാനുള്ളതാണ് നമ്മൾ. പക്ഷേ അതുവരെ, മരണത്തിൻ്റെ തണുത്തകരം നമ്മളെ എത്തിപ്പിടിക്കുന്നത് വരെ, കർത്താവ് നമ്മളെ കം ബാക്ക് എന്ന് തിരിച്ചു വിളിക്കുമ്പോൾ ഈ ദേഹം ഇവിടെ ഉരിഞ്ഞു കളഞ്ഞിട്ട് പോകാനുള്ളതാണ്. അന്ന് വരെ ഈ ദേഹത്തിൽ ഒരു തിന്മയും പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, കൈകളിൽ രക്തം പാടില്ല, വിരലുകളിൽ അകർത്യത്തിൻ്റെ മലിനത ഉണ്ടാകരുത്. 59-ാം അധ്യായം 3-4 വാക്യം, യെശയ്യാവ് 59:3-4. അവരുടെ കൈകൾ രക്തം കൊണ്ടും അവരുടെ വിരലുകൾ അകർത്യം കൊണ്ട് മലിനമായിരിക്കുന്നു എന്നൊരു വാക്യമുണ്ട്. അവരുടെ വിരലുകൾ, ഈ വിരല് മലിനമാകുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആവശ്യമില്ലാത്തത് തോണ്ടി ഇരിക്കുമ്പോഴാണ്. ആവശ്യമില്ലാത്തത് ഇങ്ങനെ ടച്ച് സ്ക്രീനിൽ തോണ്ടി നമ്മുടെ വിരലുകൾ മലിനമായിക്കൊണ്ടേയിരിക്കും. അരുതരുതാത്തതൊന്നും പണിയരുത്, അരുതരുതാത്തതൊന്നും തൊടരുത്, അരുതരുതാത്തതൊന്നും വാരരുത്, അരുതരുതാത്തതിനെ പേന പിടിക്കരുത്, അരുതരുതാത്തതൊന്നും ഒപ്പിട്ട് കൊടുക്കരുത്, അരുതരുതാത്തതൊന്നും ഡീല് ചെയ്യാൻ പാടില്ല. അങ്ങനെ വിരലുകൾ മലിനമാകരുത്, കൈകൾ രക്തക്കറ പറ്റരുത്, ശരീരം ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ പവിത്രമാകണം. അതിന് റോൾ മോഡൽ നമുക്കുണ്ട്. ആരാ? പ്രായം ചെന്നൊരു അപ്പച്ചനല്ല, 33.5 തിരുവയസ്സ് വരെ ഈ പാർത്തലത്തിൽ ശരീരത്തെ മലീമസമാക്കാതെ ജീവിച്ച് കാണിച്ച ഒരാതുല്യ പ്രതിഭ നമുക്കുണ്ട്. ആ കർത്താവിനെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. ആ കർത്താവിനെ പോലെ ധാർമ്മിക വിശുദ്ധി കളയല്ലേ, സാൻമാർഗിക ബോധം കളയല്ലേ. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഞാൻ പറയാം. പീലാത്തോസിന്റെ പ്രട്ടോറിയത്തിൽ കൊണ്ടുവന്ന് യേശുവിനെ വിസ്തരിക്കുമ്പോൾ പല തിന്മകളും അവർ പറയുന്നുണ്ട്. ആലയം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയെന്ന് പറഞ്ഞു, ഇവൻ ദൈവമാണെന്ന് പറഞ്ഞു, കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമല്ലെന്ന് ഇവൻ പറഞ്ഞു. അങ്ങനെ ഒത്തിരി കുറ്റങ്ങൾ യേശുവിനെ കുറിച്ച് അവിടെ കൂടി നിൽക്കുന്നവരെല്ലാം പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവർ പറയുന്നു, ക്രൂശിക്ക, കൊന്നുകളക. പീലാത്തോസ് ചോദിക്കുന്നു, ഇവൻ ചെയ്ത കുറ്റം എന്താ? ആ കുറ്റമാണ് ഇവരെല്ലാം കൂടെ പറയുന്നത്. പക്ഷെ ഞാൻ അതിനെല്ലാം പരതി അന്വേഷിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം, യേശുവിനെയും ഒരു സ്ത്രീയെയും ചേർത്താരും ഒരാക്ഷേപവും പറയുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? മഗ്ദലക്കാരത്തി മറിയ എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ അവസാന വാക്കായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ശൂലേമിയും അവരും ഇവരും മറിയമാരെല്ലാവരും തന്നെ യഹൂദ സ്ത്രീകളല്ലേ, പക്ക സൗന്ദര്യമാണ്. ശരീരത്തിൻ്റെ പുഷ്ടി, ആരോഗ്യം, ഇതെല്ലാം കൊണ്ട് അവർ അപാര സൗന്ദര്യമുള്ളവരാ. പക്ഷേ 33.5 വയസ്സ് വരെ അവരോടൊപ്പം നടന്ന യേശുവിനെ കുറിച്ച് ഒരൊറ്റ ആക്ഷേപവും അവരാരും ആ വിധത്തിൽ പറയുന്നില്ല. അതാണ് യേശുവിൻ്റെ ധാർമ്മിക വിശുദ്ധി. ആ യേശുവിനെ പോലെ ശരീരത്തെ സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ ആ യേശുവിൻ്റെ മണവാട്ടിപദം അലങ്കരിക്കാൻ പറ്റുള്ളൂ. യേശു വരുന്നത് മണവാളനായിട്ടാണ്. ആ മണവാളന് വേണ്ടുന്നത് കന്യകയല്ല, നിർമ്മല കന്യകയാണ്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ച്. രണ്ടാമത് യജമാനനായിട്ടാണ് വരുന്നത്. കർത്താവ് യജമാൻ. 2 വരവല്ല, 3 വരവല്ല, ഒറ്റ വരവിൽ 3 വ്യത്യസ്തമായിരിക്കുന്ന ഭാവങ്ങൾ. ഒന്ന് ആരായിട്ട് വരുന്നു? മണവാളൻ. ആ മണവാളന്റെ മുമ്പിൽ നമ്മൾ ആരാ? നിർമ്മല മണവാട്ടിയാണ്. 2 യജമാനനായി വരുന്നു. യജമാനൻ എന്നുള്ള വാക്യം എവിടെയാണെന്നറിയാമോ? മർക്കോസ് 13:35. യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്നറിയായതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പീൻ. ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു, ഉണർന്നിരിപ്പീൻ. അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരെ കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പീൻ. 13:35, 36, 37 വാക്യങ്ങളാണ് ഉണർന്നിരിക്കാൻ പറയുന്നു. ആ പറഞ്ഞിരിക്കുന്നിടത്ത് ആര് വരുമെന്നാ പറഞ്ഞിരിക്കുന്നേ? യജമാനൻ. മണവാളനായിട്ടാണ് വരുന്നത് കൊണ്ട് മണവാളന്റെ മുമ്പിൽ നമ്മൾ ആരാന്നാ പറഞ്ഞേ? നിർമ്മല കന്യക. യജമാനനായി വരുന്നത് കൊണ്ട് ആ യജമാനന്റെ മുമ്പിൽ നമ്മൾ ആരാന്നറിയാമോ? വിശ്വസ്ത ദാസിദാസൻ. വെറും ദാസിദാസന്മാരായ പോരാ, പിന്നെ വിശ്വസ്തര. അപ്പം മണവാളന്റെ മുമ്പിൽ ആരാകണമെന്നാ പറഞ്ഞേ? വിശുദ്ധിയിൽ തികഞ്ഞവരാകണം. യജമാനന്റെ മുമ്പിൽ ആരാകണം? വിശ്വസ്തത. വാട്ട് ഇസ് ദ മീനിങ്? വിശ്വസ്തത. എന്താണ് വിശ്വസ്തത എന്ന വാക്കിന്റെ അർത്ഥം? ഉപവാസപ്രാർത്ഥന 2-ാം രാത്രിയിലേക്ക് എത്തുമ്പോൾ വിശ്വസ്തത എന്ന വാക്കിന്റെ അർത്ഥം അറിയാതെ പോകരുതാരും ഈ ഹോള് വിട്ട്. എന്താണ് വിശ്വസ്തത? കൂടെ നമ്മൾ പറയുന്ന വിശ്വസ്തൻ, വിശ്വസ്തത, വിശ്വസ്ത എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താ അർത്ഥം അറിയാമോ? സത്യത്തിന് വ്യതിചലനം വരാത്ത അവസ്ഥയാണ്. സത്യത്തിന് കേടുപറ്റരുത്, സത്യത്തിന് പരിക്ക് പറ്റാതെ സൂക്ഷിക്കുന്ന അനുഭവത്തെയാണ് എന്തോ പറയുക? വിശ്വസ്തത എന്ന് പറയുന്നത്. സത്യം എന്നും സത്യമായിരിക്കും. സത്യം മാറിപ്പോകരുത് ഒരു കാരണവശാലും. മനസ്സിലായില്ലേ?
ആ അവസ്ഥയ്ക്കാണ് എന്തോ പറയുന്നത്, സത്യത്തിന് വ്യതിചലനം വരാത്ത സ്ഥിതിവിശേഷത്തെയാണ് എന്തോ വിളിക്കുക, വിശ്വസ്തത. അത് സാമ്പത്തികത്തിലും ദാമ്പത്തികത്തിലും എല്ലാ ബന്ധങ്ങളിലും സത്യത്തിനൊരിക്കലും മാറ്റം വരരുത്. അങ്ങനെ സത്യത്തെ സൂക്ഷിക്കാൻ കഴിയുന്ന ആ ഒരു അവസ്ഥാവിശേഷത്തെ എന്തോ വിളിക്കാം നമുക്ക്, വിശ്വസ്തത. ശരീരത്തെ സത്യത്തോടെ കാത്തുകൊള്ളണം, ബന്ധങ്ങളെ സത്യമായി സംരക്ഷിച്ചു കൊള്ളണം. ദാമ്പത്യ ബന്ധങ്ങളും മറ്റുതര ബന്ധങ്ങളെല്ലാം സത്യമായി സംരക്ഷിക്കാൻ നമുക്ക് പറ്റണം. അത് ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ്. വിശ്വസ്തരാകണം. മുഖം രക്ഷിക്കാൻ വേണ്ടി മാറ്റി മാറ്റി പറയരുതൊന്നും. പറഞ്ഞ സത്യം എന്നും എന്തോ ആകണം. ചെറുപ്പക്കാർക്ക് മനസ്സിലാകാൻ ഞാൻ ഉദാഹരണം പറയാം. ഒരു പയ്യൻ രാവിലെ അവൻ്റെ ബൈക്കിൽ ഒരു പെങ്കൊച്ചുമായിട്ട് ഇങ്ങനെ വിട്ടുപോവുകയാണ്, റോക്കറ്റ് പോകുന്ന പോലെ. അങ്ങോട്ട് പോയ വഴിക്ക് പോലീസ് കൈ കാണിച്ചു. പോലീസ് കൈ കാണിച്ചിട്ട് ചോദിച്ച ചോദ്യം, ഹെൽമെറ്റ് എന്ത് ചെയ്യും? സാറേ, പെട്ടെന്ന് ഇറങ്ങിയതായതുകൊണ്ട് എടുക്കാൻ മറന്നുപോയി, സോറി, ഇനി മേലെ ആവർത്തിക്കത്തില്ല. പോലീസിൻ്റെ രണ്ടാമത്തെ ചോദ്യം, ഈ കുട്ടി ഏതാ? പെങ്ങളാ സാറേ. പെങ്ങളെയും കൊണ്ട് നീ രാവിലെ ഹെൽമെറ്റ് ചെയ്താൽ എവിടെ പോവാ? അവൾക്ക് പരീക്ഷയാണ് സാറേ. റോഡിൽ ഇറങ്ങി നിന്ന് വണ്ടിക്ക് കൈ കാണിച്ചു, വണ്ടി നിർത്തിയില്ല. അതുകൊണ്ട് പോകാൻ സമയമായതുകൊണ്ട് അവൾ അവിടെ നിന്ന് എന്നെ വിളിച്ചു. അപ്പം ഞാൻ വേറൊരു ജോലിയിലായിരുന്നു. പെങ്ങളെ പരീക്ഷാ ഹോളിൽ എത്തിക്കാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വന്ന വഴിക്ക് ഹെൽമെറ്റ് അങ്ങ് മറന്നുപോയി സാറേ, സോറി. പെങ്ങളെ പരീക്ഷാ ഹോളിൽ എത്തിക്കാൻ ആങ്ങളുടെ ഉത്തരവാദിത്വ ബോധം കേരള പോലീസിന് അഭിമാനം തോന്നി. മേലെ നിന്നെ ഹെൽമെറ്റ് ഇല്ലാതെ കണ്ടേക്കരുത് റോഡിൽ. പെങ്ങളോടും പറഞ്ഞു കേട്ടോ, ആങ്ങളെ ഇനിയും ഹെൽമെറ്റ് ഇല്ലാതെ കണ്ടാൽ ഞങ്ങൾ ഫൈൻ അടയ്ക്കും. ആ ഫൈൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആകത്തില്ല. ഇല്ല സാറേ, താങ്ക് യു. വിട്ടുപോയി. 2 വളവ് കഴിഞ്ഞപ്പം ഇവൻ്റെ അപ്പൻ റോഡിൽ നിൽക്കുക. പോലീസല്ലേ ഇവൻ്റെ അപ്പൻ. മോൻ രാവിലെ വണ്ടി കൊണ്ട് വരുന്ന കണ്ടപ്പോൾ അപ്പൻ കൈ കാണിച്ചു, കൊണ്ടവിടെ നിർത്തി. അപ്പൻ്റെ ചോദ്യം ഹെൽമെറ്റ് എന്ത് ചെയ്യുന്നല്ല, ഇവളേതാണെന്നാ ചോദ്യം. പോലീസിനോട് എന്തോ പറഞ്ഞേ? പെങ്ങളെന്നാ പറഞ്ഞു. അപ്പനോട് പെങ്ങളെന്ന് അപ്പനറിയാൻ വയ്യാത്തൊരു പെങ്ങളുണ്ടോ ഇവന്? പക്ഷെ ഇവൻ ഉടനെ പറഞ്ഞു, വില്ലൻ എന്തോ പറഞ്ഞു, ഓ പപ്പയ്ക്ക് അറിയത്തില്ലയോ, എൻ്റെ കൂട്ടുകാരൻ രമേശിൻ്റെ പെങ്ങളാണ്. ഏത് രമേശ്? എൻ്റെ കൂടെ +2 വരെ പഠിച്ച് വീട്ടിൽ കൂടെ വരുന്ന രമേശിനെ പപ്പയ്ക്ക് അറിയാത്ത പോലെ. പപ്പ മറന്നുപോയതായി, രമേശിൻ്റെ പെങ്ങളാണ്. ആട്ടെ, രമേശിൻ്റെ പെങ്ങളെയും കൊണ്ട് നീ അവിടെ പോവാ രാവിലെ? അത് പപ്പ ഇവക്ക് പരീക്ഷയാണ്. അന്നേരം വണ്ടി കൈ കാണിച്ചിട്ട് നിർത്തിയില്ല. അന്നേരം ഇവള് രമേശനെ വിളിച്ചു. രമേശൻ്റെ ബൈക്കിന് പെട്രോളില്ലായിരുന്നു. അപ്പം രമേശ് എന്നെ വിളിച്ചു, എടാ പെങ്ങൾ അവിടെ നിൽപ്പുണ്ട്, ഒന്ന് കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ്. പപ്പ നീ ഹെൽമെറ്റ് ഓ പെട്ടെന്നായതുകൊണ്ട് ഹെൽമെറ്റ് എടുത്തില്ല. കൂട്ടുകാരുടെ പെങ്ങളെ പരീക്ഷാ ഹോളിൽ എത്തിക്കാനുള്ള മകൻ്റെ ഉത്തരവാദിത്വ ബോധത്തിൽ അപ്പൻ അഭിമാനം തോന്നി. എടാ സൂക്ഷിച്ചു പോണേ, പോലീസൊക്കെ ഉണ്ട്. ഇല്ല പപ്പ കുഴപ്പമില്ല. പോയി. പോലീസിന് ഈ പെണ്ണാരായിരുന്നു? പെങ്ങളായിരുന്നു. അപ്പൻ ആരായി? രമേശിൻ്റെ പെങ്ങൾ. 2 വളവ് കഴിഞ്ഞപ്പോൾ സാക്ഷാൽ രമേശ് റോഡിൽ നിൽക്കുക. പിന്നെ ആ ചോദ്യം പറച്ചിലൊക്കെ നിങ്ങളങ്ങ് ചിന്തിച്ചാൽ മതി. ഓരോ കവലയിലെത്തുമ്പോഴും ഓരോ സ്റ്റോപ്പിലെത്തുമ്പോഴും മാറി മാറി പറയുന്നതിനെ വിശ്വസ്തത എന്നല്ല പറയുക, പിന്നെന്തോ പറയുക? അവിശ്വസ്തത എന്നാ പറയുക. രമേശ് ചോദിക്കുന്ന ഇവളേതാടാന്നല്ല, ഇതേതാടാ പുതിയ സാധനം. ഇന്നലെ വേറെ ഒന്നത്തെ കൊണ്ട് പോകുന്ന കണ്ടതാണ് അവൻ. ഇതാ സ്ഥിരം പരിപാടി. ഇവനെ നിങ്ങൾ ശരിക്കൊന്ന് പരിശോധിച്ച് നോക്കാനുണ്ടല്ലോ. ഓഹോ, സഭയെ തമ്പേറ് കൈകാര്യം ചെയ്യുന്ന ഇവനാ. അതാ അതിൻ്റെ സംഗതി. ഇവൻ ആത്മാവിലായില്ലേ സഭയിൽ ആരും എന്തോ ചെയ്യത്തില്ല, ആത്മാവില്ല ആകത്തില്ല. ഇതുപോലുള്ള ചില ഇടപാടുകൾ അവിശ്വസ്തമായ ഭാര്യാഭർത്തൃ ബന്ധത്തിലും മാതാപിതാക്കളോടുള്ള ബന്ധത്തിലുമെല്ലാം അവിശ്വസ്തത കാണിച്ചിട്ട് പറഞ്ഞിടുമേ ഞാനും പോകത്തില്ല. നീ കറങ്ങുകയുള്ളൂ. ഇവിടെ പുനരാഗമനത്തിൻ്റെ പ്രതീക്ഷയിലൊന്നും ആരും അങ്ങനെ കയറിപ്പോകത്തില്ല. ഏറ്റവും വിശ്വസ്തന്മാരെ കൊണ്ടുപോകാനാണ് യജമാനൻ വരുന്നത്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ച്, മണവാളനായി വെളിപ്പെടുന്നത് നിർമ്മലകന്യകയെ കൊണ്ടുപോകാനാണെങ്കിൽ യജമാനനായി വെളിപ്പെടുന്നത് വിശ്വസ്തദാസീദാസന്മാരെ കൊണ്ടുപോകാനാണ്. ഇനി ആരായിട്ടാണ് വരുന്നതെന്നാ പറഞ്ഞേ? കള്ളനായിട്ടല്ല, കള്ളനെ പോലെ. പദപ്രയോഗത്തിന് മാറ്റം വരല്ലേ? ആദ്യം പറഞ്ഞ മണവാളനായി, രണ്ടാമത് പറഞ്ഞ യജമാനനായി. ആ പറഞ്ഞ് ശീലിച്ചിട്ട് കള്ളനായിട്ടെന്ന് പറയരുത്. പൊന്നച്ച കർത്താവ് കള്ളനല്ല, കള്ളനെ പോലെ. ഒരു ഉപമാലങ്കാരമാണ് അവിടെ. കള്ളനെ പോലെ എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയെന്നറിയാമോ? 2 പത്രോസ് 3:10 വാക്യമാണ്. കർത്താവിൻ്റെ ദിവസമോ ആരെ പോലെ? കള്ളനെ പോലെ. എന്താ കള്ളനെ പോലെ എന്ന് പറയാനുള്ള കാരണം എന്നറിയാമോ? കള്ളനെ പോലെ വരുമെന്ന് പറയാനുള്ള കാരണം എന്താ? രാത്രി വരുമെന്നുള്ളതാണോ? അല്ലേ അല്ല. പകൽ വരുമെന്നുള്ളതാണോ? അല്ലേ അല്ല. മുന്നറിയിപ്പില്ലാതെ വരുമെന്നുള്ളതാണോ? അല്ല.
ഇപ്പോൾ കള്ളന്മാർ മുന്നറിയിപ്പോടൊക്കെ വരുന്നുണ്ടോ, ഞങ്ങൾ വരും, മാന്യമായിട്ട് ഇടപെട്ടോണം, പോലീസിനെ വിളിക്കരുത്, ഫോൺ ചെയ്യാൻ പാടില്ല, ഞങ്ങൾ വരുമ്പോഴേ ഫോൺ തരണം, താക്കോല് തരണം എന്നൊക്കെ മുന്നറിയിപ്പോട് കൂടെ വന്നിട്ട് പോകുന്നുണ്ട് ആധുനിക കള്ളന്മാർ. അങ്ങനെയൊക്കെയാണ്. അപ്പം മുന്നറിയിപ്പില്ലാതെ വരുമെന്നുള്ളതല്ല, രാത്രിയിൽ വരുമെന്നുള്ളതല്ല, പകൽ വരുമെന്നുള്ളതല്ല. പിന്നെ കള്ളനെ പോലെ എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? കള്ളൻ രാത്രിയിലോ പകലോ എപ്പോൾ വന്നാലും എന്തിനാ വരുന്നേ? മോഷ്ടിക്കാനാണെന്നുള്ളതറിയാം. എന്തോ മോഷ്ടിക്കാൻ, വിലയുള്ളത് കൊണ്ടുപോകാനാ. പൊട്ടിപ്പൊളിഞ്ഞ് ആക്രി പെറുക്കാനല്ല കള്ളൻ വരുന്നേ. ഇട്ട് നടന്നുപോയ ചെരുപ്പ് പാര കണ്ട് വെളി കിടപ്പുണ്ട്, ഒരു കള്ളനും കൊണ്ടുപോയിട്ടില്ല. മനസ്സിലായോ? പണ്ട് കളിച്ച കളിപ്പാട്ടത്തിൻ്റെ പൊട്ടിയ മുറി അവിടെ കിടപ്പുണ്ട്, ബാറ്ററി ഇല്ലാതെ ഇപ്പോൾ ഓടുന്നില്ല കാറ്, വെറുതെ വെളിയിലിട്ടേക്ക്, ഒരു കള്ളനും വേണ്ട. ചളിങ്ങിപ്പോയ ബക്കറ്റ്, വക്കില്ലാത്തത്, കാത് പോയത് ഒക്കെ വെളി കിടപ്പുണ്ട്. മനസ്സിലായോ? മുറ്റം തൂത്ത് തേഞ്ഞു പോയ കുറ്റിച്ചൂല് വെളി കിടപ്പുണ്ട്, ഒരു കള്ളനും കൊണ്ടുപോയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ കള്ളൻ രാത്രിയിലോ പകലോ എപ്പോൾ വന്നാലും ആക്രി പെറുക്കാനല്ല വരുന്നത്, വിലയേറിയതിനെ കൊണ്ടുപോകാൻ. അങ്ങനെയാണെങ്കിൽ യേശു കള്ളനെ പോലെ വരുമെന്ന് പറയുന്നത് വില സൂക്ഷിച്ചവരെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ലോകവുമായി തട്ടിമുട്ടി നടന്നിട്ട് വില നഷ്ടപ്പെടുത്താതെ, വില പണയപ്പെട്ടു പോകാതെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്ത ഒരു പറ്റം ആളുകളുണ്ട് ഇവിടെ. അവരെ കൊണ്ടുപോകാനാണ് എൻ്റെ കർത്താവ് വരുന്നത്. സ്കൂൾ പഠനത്തിൽ വില നഷ്ടപ്പെട്ടിട്ടില്ല, കോളേജിൽ വില നഷ്ടപ്പെട്ടിട്ടില്ല, ഔദ്യോഗിക ജീവിതത്തിൽ വില നഷ്ടപ്പെട്ടിട്ടില്ല, ശുശ്രൂഷ ജീവിതത്തിൽ വില നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ദാമ്പത്തികത്തിലും സാമ്പത്തിക കാര്യത്തിലും വില നഷ്ടപ്പെട്ടു പോയിട്ടില്ല. വില നഷ്ടപ്പെട്ടു പോകാതെ ഏത് സാഹചര്യത്തിലും ആത്മീക വില എന്താ നമ്മുടെ വില എന്നറിയാമോ? പുണ്യാഹരക്തത്തിന്റെ വിലയാണ്, പ്രാണനാഥന്റെ പ്രാണന്റെ വിലയാണെന്ന്. ആ വിലയ്ക്ക് പരിക്കു പറ്റാതെ നാം നമ്മെ സൂക്ഷിച്ചാൽ ഈ മോഷ്ടാവ് വന്ന് നമ്മളെ മോഷ്ടിച്ചു കൊണ്ടുപോകും. ഹല്ലേലൂയ. നമ്മുടെ ഇവിടത്തില്ലെന്നൊക്കെ വാദമുന്നയിച്ച് നിൽക്കുന്ന ഇവിടുത്തെ ആധിപത്യ വ്യവസ്ഥിതി, ഇവിടുത്തെ ആധീശത്വ വ്യവസ്ഥിതി ലജ്ജിച്ച് താഴത്തക്ക നിലയിൽ കർത്താവ് വന്ന് നമ്മളെ കൊണ്ടുപോകും. ആർക്കും തടയാൻ പറ്റില്ല. ആർക്കും ഇവിടുത്തെ യോഗം തടയാൻ പറ്റും, കൺവെൻഷൻ തടയാൻ പറ്റും, ഉപദേശിയുടെ പരസ്യ പ്രസംഗം തടയാൻ പറ്റും, നമ്മുടെ കയ്യിലെ വേദപുസ്തകം പരിച്ചു കീറിയെടുത്ത് കളയാൻ പറ്റും. പക്ഷേ നമ്മൾ ഇവിടുന്ന് ഈയലുപോലെ പുനരുത്ഥാനം പ്രാപിച്ച് പൊങ്ങുമ്പോൾ ഒരു ശക്തിക്കും തടയാൻ പറ്റില്ല. ഒരു ഭൂതപ്രേത പിശാചിനും യക്ഷി ഗന്ധർവന്മാർക്കും തടയാൻ പറ്റാത്ത വിധം നമ്മൾ നോടി നേരത്തിനുള്ളിൽ ഇവിടുന്ന് പറക്കും. ആ പ്രത്യാശയുള്ളവരെ കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശു കള്ളനെ പോലെ വരും. മൂന്ന് കാര്യങ്ങളെ പഠിച്ചോണേ. അടുത്തത്, എപ്പോഴാ വരുന്നേ? എപ്പോഴാ കർത്താവ് വരുന്നേ? മുമ്പേ നമ്മൾ വായിച്ച വാക്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ. ഒന്ന്, തിമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യം. എപ്പോഴാ വരുന്നതെന്നറിയാമോ? തക്ക സമയത്ത്. എപ്പോഴാ വരുന്നേ? തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തും. ഇത്ര കൊല്ലം കഴിഞ്ഞ്, 40 കൊല്ലം കഴിഞ്ഞ് യഹൂദന് ഉദ്ധാരണം ഉണ്ടായതിനു ശേഷം, ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിച്ച ശേഷം, ഭൂകമ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, അഗ്നിപർവ്വതം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പം, രാഷ്ട്രീയ മാറ്റം സംഭവിക്കുമ്പം, ഇങ്ങനൊക്കെ ഒത്തിരി ആനുകാലിക സംഭവങ്ങളെ കോർത്തിണക്കി നമുക്ക് പറയാം. തെറ്റല്ല, അതൊക്കെ അങ്ങനെയാണ്, നടക്കട്ടെ. പക്ഷേ വേദപുസ്തകം പുനരാഗമനത്തിൻ്റെ സമയം പറയുന്ന ഒരു വാക്യം എനിക്കിഷ്ടം ഇതാണ്. എപ്പോൾ വരും? പറഞ്ഞേ, എപ്പോൾ വരും? ഒരുപക്ഷേ ഫെയ്ത്ത് സിറ്റിയുടെ ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ രാത്രി യോഗം ആശീർവാദം പറയുന്നതിന് മുമ്പ് കാഹളം കേൾക്കുമായിരിക്കും. നാളത്തെ പകൽ യോഗം തുടങ്ങുന്നതിന് മുമ്പ് കാഹളം കേൾക്കുമായിരിക്കും. 2025 ഡിസംബർ മാസത്തെ ആ പേപ്പർ, ആ കലണ്ടർ മൊത്തത്തിൽ മാറ്റി അടുത്ത 2026 ജനുവരി എന്നുള്ള പുതിയ കലണ്ടർ തൂക്കുന്നതിന് മുമ്പ് കാഹളം കേൾക്കുമായിരിക്കും. ആ തക്ക സമയം എപ്പോഴെന്ന് നമുക്ക് പറയാനാവില്ല. എപ്പോൾ വേണമെങ്കിലും അതിനുവേണ്ടി ഞാൻ ഒരുക്കമാണെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഇന്ന് രാത്രി വന്നാലും എപ്പോൾ വന്നാലും ഞാൻ ഒരുക്കമാണ്. നാം മരണം പ്രതീക്ഷിക്കുന്നവരല്ലെന്ന്, പുനരുത്ഥാനം പ്രതീക്ഷിക്കുന്നവരാണ്. അറിയാമോ? രൂപാന്തരം പ്രതീക്ഷിക്കുന്നവരാണ് നമ്മൾ. മണ്ണിൽ നമ്മുടെ അളവിനെടുക്കുന്ന ഒരു നീണ്ട കുഴി, ആ പിളർപ്പല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആകാശത്തൊരു പിളർപ്പുണ്ടാകും. നമ്മുടെ കർത്താവ് ഇറങ്ങി വരും, നാം ഇവിടുന്ന് കയറി അങ്ങോട്ട് പോകും. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കൊരു പെട്ടി വാങ്ങണം, നമുക്ക് പള്ളിയയ്യത്തൊരു കുഴി ഉണ്ടാക്കണം. അതൊന്നുമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാഹളം മുഴക്കി കർത്താവ് വരുമ്പോൾ നാം രൂപാന്തരപ്പെട്ട് കർത്താവിനോടൊപ്പം ചേരും. ക്രൈസ്തവ പ്രത്യാശ, ക്രൈസ്തവ പ്രതീക്ഷ വളരെ ശക്തമാണ്. നമ്മൾ അനുഭവിക്കുന്ന ക്ഷീണങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആകുലതകൾ, വ്യാകുലതകൾ, വേവലാതികൾ, ഇതിനെല്ലാം മീതെയാണ് യേശുവിന്റെ പുനരാഗമനത്തിന്റെ പ്രതീക്ഷ. ആ പ്രത്യാശയുള്ളവരെ കർത്താവിനെ ഒന്നുകൂടെ സ്തുതിച്ചേ. അപ്പൊ എപ്പോഴാ വരുന്നത്? തക്ക സമയത്താ വരിക. ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് നിർത്താം, ഒറ്റ പോയിന്റ് കൂടെ പറയാം. എന്തിനാ വരുന്നേ? എത്രയും അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. എന്തിനാ വരുന്നത്?
ശ്രദ്ധിക്കണം. എന്തിനാ വരുന്നതെന്നറിയാമോ? ഒന്നാമത്തെ പോയിന്റ്, ക്രിസ്തുവിനുള്ളവരെ ചേർക്കാനാ വരുന്നേ. Those what belongs to Jesus. ക്രിസ്തുവിനുള്ളവർ. വാക്യം ഏതാണെന്നറിയാം? 1 Corinthians 15:23 വാക്യം. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. ആരെ കൊണ്ടുപോകാനാ വരുന്നേ? സന്തോഷത്തോടെന്ന് പറഞ്ഞ് എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാൻ ക്രിസ്തുവിനുള്ളതാണെന്ന്? ഒരു വാക്യം ഞാൻ പറയാം. ആ വാക്യം കേട്ട് കഴിയുമ്പോൾ ഈ പൊങ്ങിയ കൈ എല്ലാം പൊങ്ങണം. ക്രിസ്തുവിനുള്ളവരെന്ന് പറഞ്ഞാൽ തലേ തുണിയിട്ടുകൊണ്ടിരിക്കുക, വെള്ളം ഉടുപ്പിട്ടുകൊണ്ടിരിക്കുക, വേദോസവും സിയോം ഗീതാവിലും കൂടെ പിടിച്ചുകൊണ്ട് നടക്കുക, ഇതൊന്നുമല്ല. ഫേസ് സിറ്റിയുടെ രജിസ്റ്റർ ബുക്കിനകത്ത് അംഗത്വം പേരെഴുതിയിട്ടുണ്ട്, അതൊന്നുമല്ല. അതൊക്കെ അതിൻ്റെ ഭാഗമാണെന്നുള്ളതേ ഉള്ളൂ. ക്രിസ്തുവിനുള്ളവർ ആരാന്നറിയാമോ? ഒരു വാക്യം മറന്നു പോകരുത്. ഗലാത്യ ലേഖനം 5:24 വാക്യം. ഗലാത്യർ 5:24. ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ എന്തോ ചെയ്തിരിക്കുന്നു. ഇനിയും ചോദിച്ചാൽ എത്ര പേര് കൈവക്കും? ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ, മോഹതാപങ്ങളോടുകൂടെ, വൈരുദ്ധ്യതകളെ എല്ലാം അവസാനിപ്പിച്ച് ക്രൂശിച്ചവരാണ് ആർക്കുള്ളത്? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് കൈ ചുരുട്ടുന്നവരും നാവ് ചുരുട്ടുന്നവരും ഒന്നുമല്ല ക്രിസ്തുവിനുള്ളവർ. സ്വഭാവ വൈകൃതമുള്ളവരാരും ആർക്കുള്ളതല്ല. ശക്തമായി പഠിക്കണം. ആ ഒരൊറ്റ വാക്യം മാത്രം നിന്ന് പറയണം. പലപ്പോഴും നമ്മുടെ സ്വഭാവ വൈകൃതങ്ങൾ കണ്ടാൽ നമ്മൾ ക്രിസ്തുവിനുള്ളതല്ല, ബറബാസിനുള്ളതാണെന്ന് തോന്നിപ്പോകും. നമ്മൾ പിശാചിനുള്ളതാണെന്ന് തോന്നിപ്പോകും. നമ്മുടെ ആ കോപാവേശം, നമ്മുടെ ആ വല്ലാത്ത രീതി, നമ്മുടെ പിടിവാശി, നമ്മുടെ വല്ലാത്തതായിരിക്കുന്ന അഭിനിവേശങ്ങൾ, ചില വല്ലായ്മകളോട്, ലോകാസക്തിയോടുള്ള അഭിനിവേശങ്ങൾ അവസരം അനുകൂലമായി ഒത്തുകിട്ടിയാൽ പാപത്തിലേക്ക് മൂക്കുകുത്താനുള്ള നമ്മുടെ പ്രവണത, നമ്മുടെ ജഡത്തെ നാം ക്രൂശിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. ഭാര്യ കൂടെ ഉണ്ടേ കുഴപ്പമില്ല, ഭർത്താവ് കൂടെ ഉണ്ടേ കുഴപ്പമില്ല, പപ്പയും മമ്മിയും കൂടെ ഉണ്ടേ കുഴപ്പമില്ല, മക്കൾ കൂടെ ഉണ്ടേ കുഴപ്പമില്ല. അവസരത്തിൻ്റെ ആനുകൂല്യം ഒരു ഒറ്റ മുറിക്കകത്ത് കിട്ടിയാൽ, അവസരത്തിൻ്റെ ആനുകൂല്യം ഒരു വീടിനകത്ത് മൊത്തത്തിൽ നമ്മളെ ഒറ്റയ്ക്കാക്കുന്ന ഒരവസരമുണ്ടെങ്കിൽ ആത്മീയതയോടെ നിൽക്കാൻ പറ്റുന്നവനാണ് ക്രിസ്തുവിനുള്ളവർ. അവൻ്റെ ജഡം അവനെ ശക്തമായി പലതിനും ചിലതിനും നിർബന്ധിച്ചാലും ആ ജഡത്തോട് അവൻ പറയുന്നു, നിന്നോട് ഈ മഹാദോഷം ചെയ്ത് എൻ്റെ ദൈവത്തോട് പാപം ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞ ജഡത്തെ നിലയ്ക്ക് നിർത്താൻ ആർക്ക് പറ്റുമോ അവനാ ക്രിസ്തുവിനുള്ളവർ. അവരെ കൊണ്ടുപോകാനാ കർത്താവ് വരുന്നേ. സ്വതന്ത്രം പറയാമോ? അവിടെ പദം ശ്രദ്ധിച്ചോണം. ക്രിസ്തുവിനുള്ളവരെ ചേർക്കാൻ, അങ്ങനെ പറഞ്ഞ് ഞാൻ അവിടെ അങ്ങ് വിടുക. അടുത്തത് ക്രിസ്തുവിൽ ഉള്ളവരെ ചേർക്കാനാ വരിക. 1 യോഹന്നാൻ 2:28. ഒന്ന് ക്രിസ്തുവിനുള്ളവർ. ഓക്കെ, ക്രിസ്തുവിനുള്ളവർ, those who belongs to Jesus. 2, those who are in Christ. ക്രിസ്തുവിൽ ഉള്ളവർ. നമ്മുടെ യഥാർത്ഥ ആത്മീക ജീവിതം എന്ന് പറഞ്ഞാൽ വിത്ത് ക്രൈസ്റ്റ് അല്ല, ഇൻ ക്രൈസ്റ്റ് ആണ്. മനസ്സിലായോ? നോട്ട് വിത്ത് ക്രൈസ്റ്റ് ബട്ട് ഇൻ ക്രൈസ്റ്റ്. അപ്പൊ കർത്താവ് വരുന്ന ആരെ ചേർക്കാനാ? കർത്താവിൽ ഉള്ളവരെ. 1 യോഹന്നാൻ 2:28 നോക്കിക്കേ. അവന്റെ പ്രത്യക്ഷതയിൽ നാം ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന്, അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന്, ബാക്കി പറ, അവനിൽ വസിപ്പീൻ, dwell in him. അങ്ങനെ പറയുക. കൂടെ വസിക്കുന്നതിനകത്ത് ഒരു കഥയില്ല. എവിടെ വസിക്കണം? എവിടെ വസിക്കണം? എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാൻ ക്രിസ്തുവിലാണെന്നുള്ള കാര്യം? ക്രിസ്തുവിൽ ആണെന്നുള്ളതിൻ്റെ തെളിവ് ഞാൻ തരട്ടെ. ക്രിസ്തുവിൽ ആണെങ്കിൽ ക്രിസ്തുവിൻ്റെ മനസ്സാകണം. ക്രിസ്തുവിലാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ഭാവം, ദ സെയിം ആറ്റിറ്റ്യൂഡ് വിച്ച് വാസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവിലാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് വേണം. ക്രിസ്തുവിലാണെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം വേണം. ക്രിസ്തുവിലാണെങ്കിൽ ക്രിസ്തുവിൻ്റെ സഹനത്യാഗങ്ങൾക്ക് കൂട്ടാളികളാകണം. ക്രിസ്തുവിലാണെങ്കിൽ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾക്ക് കൂട്ടാളികളാകണം. ക്രിസ്തുവിലാണെങ്കിൽ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിക്കണം. പകൽ ഞാൻ പറഞ്ഞ പോലെ ആർ യു ജീസസ് എന്ന് ചോദിക്കത്തക്ക നിലയിൽ ഒരു ആത്മീയതയുടെ ഉന്നതി ഉണ്ടായേ പറ്റൂ. അവരാണ് ക്രിസ്തുവിൽ ഉള്ളത്. ഒരു വൃക്ഷത്തിൻ്റെ വേര് മണ്ണിൽ ആയിരിക്കുന്നത് പോലെ, ഒരു മത്സ്യം വെള്ളത്തിൽ ആയിരിക്കുന്നത് പോലെ, ഗർഭസ്ഥ ശിശു അമ്മയുടെ ഉദരത്തിലെ ഗർഭപാത്രത്തിൽ ആയിരിക്കുന്നത് പോലെയാ ഒരു വിശ്വാസി ക്രിസ്തുവിൽ ആയിരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായി ഉദാഹരണം? അങ്ങനെ ക്രിസ്തുവിൽ ആയവരെ ചേർക്കാനാണ് ആര് വരാൻ പോകുന്നേ? നമ്മുടെ കർത്താവ് വരാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത് ആരെ ചേർക്കാനാ? ക്രിസ്തുവിനുള്ളവരെ. രണ്ടാമത് ആരെ ചേർക്കാനാ? അപ്പൊ ക്രിസ്തുവിനുള്ളവർ ക്രിസ്തുവിൽ ആകും. അവരെ ചേർക്കാനാണ് കർത്താവ് വരാൻ പോകുന്നത്. വെരി ഗുഡ്. ഒരെണ്ണം കൂടെ പറയുമ്പോൾ നമ്മുടെ സന്ദേശത്തിന് ഏതാണ്ട് സമാപനമാകും. ബാക്കി അനുഗ്രഹീതനായൊരു കർത്തൃദാസനാണ് നാളെ വരുന്നത്. ആരും മിസ് ചെയ്യരുത്.
ആയിരക്കണക്കിന് വേദവിദ്യാർത്ഥികളെ വചനത്തിൻ്റെ ആഴങ്ങൾ പഠിപ്പിച്ച ബഹുമാന്യനായി ബിയോഗി സാർ ഗ്രേറ്റ് തിയോളജിയനാണ്. അദ്ദേഹം ബാക്കി പൂരിപ്പിച്ചുകൊള്ളും. ഓക്കെ, ഒറ്റ ചിന്ത കൂടെ പറയാം. എബ്രായ ലേഖനം 9:28 കാത്ത് നിൽക്കുന്നവരെ ചേർക്കാനാണ് വരുന്നത്. ആർക്ക് വേണ്ടിയാ കാത്ത്? ഒരു സ്വത്രം പറഞ്ഞില്ലല്ലോ വാക്യത്തിൽ. അർത്ഥം അറിയാതെ ചുമ്മാ അല്ലേലിയ എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ അർത്ഥം അറിയാമായിരുന്നെങ്കിൽ ഞാനത് പറഞ്ഞപ്പോഴേ നിങ്ങൾ അല്ലേലിയ പറഞ്ഞേനെ. ആരെ ചേർക്കാനാണ് കർത്താവ് വരുന്നേ? ശ്രദ്ധിച്ചു കേട്ടോണം. കാത്തിരിക്കുന്നവരെ അല്ല, കാത്ത് കിടക്കുന്നവരെ കൊണ്ടുപോകാനല്ല. പിന്നെ കാത്ത് നിൽക്കുക പറഞ്ഞ ഉത്സാഹമുണ്ട്. 3 കൂട്ടം ആളുകളുണ്ടെന്ന്. ഒരു കൂട്ടം ആരാ? കാത്ത് ഇരിക്കുക. രണ്ടാമതൊരു കൂട്ടമുണ്ട് ആരാ? കാത്ത് കിടക്കുക. മൂന്നാമതൊരു കൂട്ടമുണ്ട് ആരാ? കാത്തു നിൽക്കുക. ഇതിലേത് കൂട്ടത്തിൽപ്പെടും? സത്യം പറ, ഏത് കൂട്ടത്തിൽപ്പെടും? ഈ 3 കൂട്ടരെയും കൂടെ കാണിച്ചു തരാം. ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് എൻ്റെ കൂടെ റെയിൽവേ സ്റ്റേഷനോട്ട് വരണം. എറണാകുളം റെയിൽവേ സ്റ്റേഷൻ വരാം. നോർത്തിലല്ല, സൗത്തിൽ പോകണം. അവിടെ ചെല്ലുമ്പം ലഗേജ് അടുക്കി വെച്ചിട്ട് ഒരു കൂട്ടം ആളുകൾ അതിൻ്റെ ചുറ്റും വട്ടത്തിൽ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുന്നു. ബംഗാളികളുണ്ട്, ഗുജറാത്തികളുണ്ട്, മലയാളികളുണ്ട്, മിടുക്കന്മാർ. ഉറങ്ങുക. തട്ടി വിളിച്ച് ചോദിക്കുക, എന്നാ ചേട്ടാ ഇവിടെ വന്ന് കിടക്കുന്നു? എന്നെ പറയാനാ ദൈവദാസനെ, ഹിമസാഗർ എക്സ്പ്രസ്സിന് പോകാൻ വന്നതാ. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇന്ന് പോകുന്നില്ല, നാളെ പോകുന്നുള്ളൂ. ഇന്ന് പോകേണ്ട വണ്ടി നാളെ പോകുന്നുള്ളെന്ന് അറിഞ്ഞാൽ എന്തോ ചെയ്യാം? ഉറങ്ങാം, കുഴപ്പമില്ല, സമയം കളയണ്ട. ഇനിയിപ്പോൾ അങ്ങ് ദൂരെ പോയിട്ട് തിരിച്ചു വരാൻ നേരമില്ല, അതുകൊണ്ട് ഇവിടെ കിടന്നങ്ങ് ഉറങ്ങുക. ഓക്കെ, എന്നാൽ കിടന്നു. സോറി, ഡിസ്റ്റർബ് ചെയ്തതിൽ സോറി. നമ്മൾ അടുത്ത പുള്ളിയെ പോകുന്നു, ഇരിക്കുന്ന പുള്ളി. മൊബൈലിൽ ഗെയിം കളിക്കുന്നു, മൊബൈലിൽ വാട്സപ്പ് തോണ്ടുന്നു, അതും ഇതുമൊക്കെ ചെയ്യുന്നു, TV കണ്ടുകൊണ്ടിരിക്കുന്നു, പത്രം വായിക്കുന്നു, വെറുതെ അവിടെ ഇരിക്കുന്നു. ഒത്തിരി ആളുകളുണ്ട്. അതിലൊരാളിനെ വിളിച്ച് ചോദിക്കുക, എന്താ ചേട്ടാ ഇവിടെ ഇരിക്കുന്നേ, പോകാൻ വന്നിട്ട് ഇവിടെ ഇരിക്കുന്നേ എന്താ? അപ്പോൾ പുള്ളി പറയും, കേരള എക്സ്പ്രസ്സിന് പോകാൻ വന്നതാണ്. ഇവിടെ വന്ന് പറയുന്നു 2 മണിക്കൂർ ലേറ്റാണ് വണ്ടി. 2 മണിക്കൂർ ലേറ്റാന്ന് അറിഞ്ഞവനാ എന്തോ ചെയ്യുന്നേ? ഇരിക്കുന്ന പുള്ളി അവിടെ ഇരുന്നോട്ടെ. പക്ഷേ അതേ പ്ലാറ്റ്ഫോമിൻ്റെ വക്കത്ത് കയ്യിൽ കനമുള്ള ലഗേജും തൂക്കിപ്പിടിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ നിപ്പുണ്ട്, നിരനിരയായി, ജാഥ പോലെ. നമുക്ക് ചെന്ന് പറയാം, ചേട്ടാ ഈ ലഗേജും തൂക്കിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാതെ ഒന്നി പോയി കിടക്കവിടെ, അല്ലെ പോയി ഇരിക്കേ. അദ്ദേഹം പറയും, താങ്ക്സ്, ഇരിക്കാൻ നേരമില്ല, കിടക്കാൻ ഒട്ടും നേരമില്ല. അതെന്താ? ആ സിഗ്നൽ കണ്ടോ? അതെൻ്റെ വണ്ടിയുടെ സിഗ്നലാ. ആ അനൗൺസ്മെൻറ്റ് കേട്ടോ? അതെൻ്റെ വണ്ടിയുടെ അനൗൺസ്മെൻറ്റാ. ഈ സിഗ്നൽ കണ്ടവനാ നിൽക്കുന്നേ, അടയാളം കണ്ടവനാ നിൽക്കുന്നത്, അനൗൺസ്മെന്റ് കേട്ടവനാ നിൽക്കുന്നത്. ഫേസ് സിറ്റിയിൽ 2 ദിവസമായി അനൗൺസ്മെന്റ് നടക്കുക. ഫേസ് സിറ്റിയിൽ ഇന്നലെ പകലും രാത്രിയിലും ഇന്ന് പകലും രാത്രിയിലും യേശു വരാറായി എന്നുള്ള അനൗൺസ്മെന്റ് നടക്കുകയാ. അതുകൊണ്ട് അത് കേട്ടവൻ കിടക്കാനും ഇരിക്കാനും പോകത്തില്ല. അത് കേട്ടവർ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ നിൽക്കുകയാ. എഴുന്നേറ്റ് നിൽക്കാം, എല്ലാവർക്കും എഴുന്നേക്കാം, തൽസ്ഥാനങ്ങൾ വിട്ടെഴുന്നേൽക്കാം. കൊയർ മുൻപോട്ട് വരും. പ്രത്യാശയോടെ അനുഗ്രഹീതമായ വരികൾ ചേർന്ന് പാടുമ്പോൾ യേശുവിന്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടാനുള്ള യോഗ്യതയോടെ നിർമ്മല കന്യകയായി നിലകൊള്ളാൻ ഇടയാകട്ടെ. കൊയർ സജ്ജമാകുന്നത് വരെ നോക്കി നിൽക്കണ്ട. കേട്ട വചനത്തെ ഉള്ളിലൊന്ന് ധ്യാനിച്ച് അല്പസമയം കർത്താവിനെ സ്തുതിച്ചേ, ആ കരങ്ങൾ അടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ.